നോവൽ എന്ന് പറയുന്ന കഥാഖ്യാനം, ഫിക്ഷൻ എന്ന് നമ്മൾ പൊതുവായി പറയെങ്കിലും മലയാളത്തിൽ അങ്ങനെ കഥാഖ്യാനങ്ങൾ എന്നും അല്ലെങ്കിൽ കഥാസാഹിത്യം എന്ന് പൊതുവായി പറയുന്ന ഒരു ഒരു രീതി നമ്മുടെ സാഹിത്യ വ്യവഹാരങ്ങൾക്കില്ല എന്ന് നമുക്കറിയാം. ചെറുകഥയെ ചെറുകഥയായും നോവലിനെ നോവലായിട്ടൊക്കെ കാണുക എന്ന് പറയുന്ന ഒരു രീതി തന്നെയാണ്. എന്ന് മാത്രമല്ല, ഇതിൻ്റെയൊക്കെ രൂപപരമായ സ്വഭാവ സവിശേഷതകളെ സംബന്ധിച്ച ഒരു നിയതമായ ഒരു ധാരണ പലപ്പോഴും നമുക്കില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം നമുക്കറിയാം, ഈ നോവലായാലും ചെറുകഥയായാലും ഈ രൂപങ്ങൾ മലയാളത്തിൽ പ്രചരിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ സാഹിത്യ രൂപ ലക്ഷണ ഗ്രന്ഥങ്ങൾ ഇവിടെ പ്രചരിച്ചിട്ടുണ്ട് എന്ന് പറയാം. പി പോളിലേക്ക് നോവൽ സാഹിത്യം പോലുള്ള പുസ്തകങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് നോവൽ എന്ന് പറയുന്ന ഒരു ഗൗരവപ്പെട്ട ഒരു സാഹിത്യ ആഖ്യാനത്തെ സംബന്ധിച്ച ഒരു അന്വേഷണം യഥാർത്ഥത്തിൽ നോവലിസ്റ്റുകൾക്കിടയിൽ തന്നെ ഉണ്ടാവുമെന്ന് നമുക്കറിയാം. അപ്പൊ ആ അർത്ഥത്തിൽ നോവൽ നമുക്കറിയാവുന്നതുപോലെ പൂർണ്ണമായും പാശ്ചാത്യമായ ഒരു ഒരു ആഖ്യാന കൽപ്പനയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിന്റെ ലക്ഷണഗ്രന്ഥങ്ങളായാലും അതിന്റെ ചില മാതൃകകളായാലും അതൊക്കെയും മലയാളി പരിചയപ്പെടുന്നത് വിശ്വസാഹിത്യത്തിന്റെ ഒരു 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 പരിചയ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് അതിന്റെ തുടക്കം എന്ന് നമുക്കറിയാം. അപ്പൊ ആ ഘട്ടത്തിലൊക്കെ തന്നെയും ഈ പറയുന്ന രൂപങ്ങൾ തമ്മിലുള്ള ഒരു വ്യവച്ഛേദനം, അതിനൊക്കെ അപ്പുറം ഈ പറയുന്ന സാഹിത്യ രൂപങ്ങൾ രൂപപ്പെടുന്നതിന്റെ സാമൂഹിക അല്ലെങ്കിൽ ചരിത്രപരമായ പശ്ചാത്തലത്തിന്റെ വ്യത്യാസം, ഇത് മലയാള നോവലിനെയൊക്കെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഉദാഹരണമായിട്ട് ചെറുകഥ ഏതാണ്, നോവൽ ഏതാണ് എന്നുള്ള പ്രശ്നം. അപ്പൊ ബഷീർ വലിയ നോവലുകളൊന്നും എഴുതിയിട്ടില്ല എന്ന് ബഷീറിനെതിരെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു നമുക്കറിയാം. ഉപ്പാന്റെ കുയ്യാനകൾ പോലുള്ള ചില ചില പരിഹാസ വിമർശനങ്ങളൊക്കെ അതിന് നേരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മൈനർ നോവലിസ്റ്റാണ് ബഷീർ എന്നൊക്കെ പറയുന്നതിന്റെ പിറകിലുണ്ടായിരുന്ന ഒരു താല്പര്യം എന്ന് പറയുന്നത്, അതൊരു നോവൽ എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപത്തിന് ഉള്ള ഇപ്പോ അതിനെ സംബന്ധിച്ചുള്ള ചില എന്താ പറയാ ധാരണകളൊക്കെ നമുക്ക് നോവലിനെ സംബന്ധിച്ചിടത്തോളം, അതായത് അതിന്റെ ഒരു വലുപ്പത്തെ സംബന്ധിച്ചായാലും ഏതാണ് എപ്പോഴാണ് നോവൽ ആകുന്നത്, എപ്പോഴാണ് നോവലേറ്റ് ആകുന്നത്. ഇപ്പൊ 40,000 വാക്കിന് മീതൊക്കെ ആണെങ്കിൽ അത് ഈ പറയുന്ന നോവലായി മാറും, അല്ലെങ്കിൽ 27,000 വാക്കിന് അകത്താണെങ്കിൽ അത് നോവലേറ്റ് ആയിട്ട് മാറും. അങ്ങനെ പലതരത്തിൽ അതിനെ സംബന്ധിച്ച പലതരം സങ്കല്പനങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ ഈ നോവലായാലും നോവലേറ്റ് ആയാലും, നോവൽ സാമാന്യം ഏറ്റവും ദൈർഘ്യമേറിയ ഒരു സാധനമാണെന്നും അതിനകത്ത് നിരവധിയായ ഒരു പൊതു ഇതിവൃത്തം ഉണ്ടായിരിക്കുന്നത് അത് നിരവധി സ്ഥലകാലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഇതിവൃത്തമായിരിക്കും. അതിനകത്ത് ധാരാളം ഉപകഥകളും സബ്പ്ലോട്ടുകളും അതുപോലെ തന്നെ സൂക്ഷ്മമായ കഥാപാത്രത്തിന്റെ ചിത്രീകരണങ്ങൾ മാത്രമല്ല, കഥാപാത്രത്തിന്റെ ആന്തരികമായ വളർച്ചയും അതിന്റെ ഒരുപക്ഷെ അതിന്റെ സ്ഥലപരവും സാമൂഹ്യപരവും മനഃശാസ്ത്രപരവുമായിട്ടുള്ള വിശകലനങ്ങളോട് കൂടിയിട്ടുള്ള ചില വിവരണങ്ങളൊക്കെ അടങ്ങുന്ന കുറെ കൂടെ ഈ റിയലിസത്തിന്റെ ഒരു വിശാലമായ ക്യാൻവാസിനകത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഒരു സവിശേഷമായ സാഹിത്യ രൂപമാണ് നോവൽ എന്ന രീതിയിലാണ് നോവലിനെ പൊതുവെ പാശ്ചാത്യ ലോകത്ത് ഈ പറയുന്ന ലക്ഷണ ഗ്രന്ഥങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് നമുക്കറിയാം. നോവല്ല എന്ന് പറയുന്ന ഈ പറയുന്ന ഇടക്കാലത്തുണ്ടായിരുന്നു നോവൽ എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അതിനോട് പാരലായിട്ട് തന്നെ പലതരം പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം. അപ്പൊ അതിനകത്ത് നോവല്ല എന്ന് പറയുന്നത് ഈ പറയുന്ന ചെറുകഥയ്ക്കും അതുപോലെ തന്നെ നോവലിനും ഇടയിലുള്ള വലിപ്പത്തിന്റെ കാര്യത്തിൽ അതിന്റെ ഇടയിലുള്ള ഒരു ചെറു നോവൽ എന്നോ അല്ലെങ്കിൽ ലഘു നോവൽ എന്നൊക്കെ പറയാവുന്ന ഒരു നോവലാന്ന് പറയും. പക്ഷെ അപ്പോ അവിടെ കഥാപാത്രങ്ങളുടെ എണ്ണം കുറയുന്നു എന്ന് പറയുന്നത്, അത് തന്നെ ഈ കഥാപാത്രങ്ങളുടെ ഈ പറഞ്ഞ ആന്തരിക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്ന് പറയുന്നത്. എന്നാൽ നോവലിനെ പോലെ വളരെ അതിന്റെ ഇതിവൃത്ത സങ്കീർണതകൾ താരതമ്യേന കുറയുന്ന രീതി അവിടെ കാണാൻ കഴിയും. കുറെ കൂടെ അതിനെ ആഴത്തിലുള്ള ചില കഥാപാത്രങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ആ കഥാപാത്രത്തിന്റെ ആഴത്തിലുള്ള ജീവിതമൊക്കെ ആവിഷ്കരിക്കുന്ന തരം ഈ നോവൽ രൂപങ്ങളെ നോവല്ല എന്ന് പറയാറുണ്ട്. ആ അർത്ഥത്തിൽ പലപ്പോഴും ഈ സങ്കീർത്തനം പോലെയുള്ള നോവലുകൾ, അല്ലെങ്കിൽ എൻ്റെ ഉപ്പുപ്പാ വരാനുണ്ടായിരുന്നില്ല, ബഷീറിന്റെ പല നോവലുകളും അതിൽ നോവല്ലകളായിട്ട് നമുക്ക് പറയാമെന്നൊക്കെയുള്ള ചില കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ മലയാളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുകഥാ നോവൽ എന്ന് പറയുന്ന ഒരു ഇതിനകത്താണ് അത് ഒതുങ്ങുന്നത് പറയും. ഈ കഥയുടെ തന്നെ ഒരു കുറച്ചുകൂടെ നീട്ടിപ്പിടിച്ച സംഗതിയാണ് നമ്മൾ ഈ നോവലേറ്റ് എന്ന് മലയാളത്തിൽ നീണ്ട കഥ എന്ന രീതിയിലും അത് പ്രയോഗിക്കാറുണ്ട്. നോവലേറ്റ് നീണ്ട കഥ ഒന്നാണോ എന്നുള്ളത് തർക്ക വിഷയമാണ്. എന്ന് വെച്ചാൽ ഇതൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ സാമാന്യമായിട്ട് അതിനെ നമുക്ക് നീണ്ട കഥ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ വാക്കുകളുടെയൊക്കെ എണ്ണം വെച്ചുകൊണ്ടൊക്കെയാണ് ഈ പറയുന്ന
വിവരണങ്ങളൊക്കെ പലപ്പോഴും വരുന്നത്. അപ്പൊ ചില ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളെ മാത്രം കേന്ദ്രീകരിക്കുകയും ആ കഥാപാത്രത്തിന്റെ ആ കഥാപാത്രം കടന്നുപോയിട്ട് ചില ചില ജീവിത സന്ദർഭങ്ങളിലെ ഏതാനും ചില ജീവിത സന്ദർഭങ്ങളുടെ സൂക്ഷ്മമായ ഒരു ആഖ്യാനത്തിൽ ഊന്നുന്ന ചില ചില പ്രത്യേക സംഭവങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ഊന്നുന്ന ആ ഒരു കഥാഖ്യാനത്തെയാണ് ഈ നോവലീറ്റ് എന്ന് ഉള്ള ഒരു രീതിയിൽ നമ്മൾ പറയാറുള്ളത്. പക്ഷെ നമ്മൾ കുറെ കൂടെ നമ്മളതിനെ ഈ ചെറുകഥയുടെ കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ അതിനെ പരിഗണിക്കാറുള്ളത് എന്ന് നമുക്കറിയാം. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു നമ്മുടെ ഈ സാഹിത്യ വിമർശനത്തിനകത്ത്, സാഹിത്യ ചരിത്രത്തിനകത്ത് നമ്മൾ നിരന്തരം പോയിട്ടുള്ള ഒരു സാഹിത്യ രൂപപരികല്പനയാണ് റൊമാൻസ് എന്ന് പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഈ ആഖ്യായിക എന്ന നോവൽ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴും ആഖ്യായികയ്ക്ക് താരതമ്യേന ഒരു ഭാരതീയമായ ഒരു അർത്ഥം, ഒരു ഇന്ത്യനായ ഒരു അർത്ഥം കൊടുക്കാറുണ്ട് എന്ന് നമുക്കറിയാം. പാശ്ചാത്യമായ നോവലിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സവിശേഷമായ ഒരു ആഖ്യാന പദ്ധതി ഒരു പക്ഷേ CV രാമൻ പിള്ളയൊക്കെ വളരെ ബോധപൂർവം നമ്മുടെ നോവൽ ആഖ്യാനത്തിനകത്തേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ് നമ്മൾ ഈ ആഖ്യായിക എന്ന് പറയുന്ന ഒരു സംഗതി വേറൊന്നായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നെന്ന് തോന്നുന്നു. എന്തായാലും റൊമാൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഈ പറയുന്ന നോവലിന്റെ ഒരു പിറവിക്ക് മുമ്പുണ്ടായിരുന്ന ചില കൽപ്പിത, അത്ഭുത, കാൽപ്പനിക കഥകളെ, വീര കഥകളെ, അതിസാധാരണക്കാരായ മനുഷ്യരുടെ കഥകളെയും അല്ലെങ്കിൽ അവരുടെ ഫാന്റസിയുടെയൊക്കെ ചില ലോകങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള വീരസാഹസിക കൃത്യങ്ങളോ അല്ലെങ്കിൽ ഈ ആദർശവൽക്കരിക്കപ്പെട്ട ചില എന്നാൽ ഒട്ടും അവരുടെ മാനസിക അപഗ്രഥനത്തിലേക്കൊന്നും കടന്നു പോകാത്ത തരത്തിലുള്ള ചില വൈകാരിക അവസ്ഥകളൊക്കെ മാത്രം ചിത്രീകരിക്കുന്ന തരം കൃതികളെയാണ് നമ്മൾ റൊമാൻസുകൾ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ ഈ നോവൽ എന്ന് പറയുന്ന ഒരു സാഹിത്യ നമ്മുടെ ഒരു വ്യവഹാരത്തിനകത്തേക്ക്, വായനാ വ്യവഹാരത്തിനകത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ തന്നെ അതിന്റെ വ്യത്യസ്തമായ രൂപങ്ങൾ സംബന്ധിച്ച് ഉള്ള കൺഫ്യൂഷനുകൾ അല്ലെങ്കിൽ ആ രൂപങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പലതരം ലക്ഷണ ഗ്രന്ഥങ്ങളടക്കം തന്നെ വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ആ ഒരു നോവലിന്റെ ഒരു ചരിത്രവും നമ്മൾ അങ്ങനെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. നോവൽ എങ്ങനെയാണ് തുടങ്ങുന്നത് തുടങ്ങിയ ചില കാര്യങ്ങൾ കൂടെ ഈ ഇതിന്റെ ഭാഗമായിട്ട് നമുക്കൊന്ന് ഓടിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു സെഷനിലേക്ക് പോവാം. എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ മലയാള നോവലിന്റെ ഒരു ചരിത്രം നമ്മൾ ഈ പറയുന്ന ഒന്ന് പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാശ്ചാത്യ അല്ലെങ്കിൽ കൊളോണിയൽ ആധുനികതയുടെയും ഒക്കെ ഭാഗമായി നമുക്കിവിടെ ആരംഭിച്ചിട്ടുള്ള അതിന്റെ അല്ലെങ്കിൽ ആധുനികതയുടെ, നമ്മൾ പറയാറുണ്ട് അച്ചടി ആധുനികതയുടെ ഒരു ആഖ്യാന രൂപമാണ് നോവൽ എന്നൊക്കെ പറയാറുണ്ട്. നോവലിനെ കുറിച്ചുള്ള ഏറ്റവും സമർത്ഥമായ നിർവചനങ്ങളിൽ ഒന്ന് തന്നെ, ലോകവ്യാപകമായിട്ട് തന്നെ സ്വീകരിക്കപ്പെടുന്ന നിർവചനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ പറയുന്ന പ്രിന്റ് മോഡേണിറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ നോവൽ എന്ന് പറയുന്ന ഒരു പുതിയ ഗദ്യ വ്യവഹാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നോവലിനെ ഗദ്യ മഹാകാവ്യം എന്ന അർത്ഥത്തിലേക്ക് എപ്പിക്കുകളെയൊക്കെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് എന്ന് വെച്ചാൽ തലമുറകളിലൂടെ നമ്മൾ വായിച്ച് അല്ലെങ്കിൽ പാടി നമ്മൾ കൈമാറിയിരുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയിരുന്ന എപ്പിക്കുകളോളം തന്നെ ഈ പറയുന്ന ജനകീയമായിട്ടുള്ള ഒരു ജനതയുടെ ചരിത്രാനുഭവങ്ങളെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ആഖ്യാന രൂപം എന്ന രീതിയിൽ അതിന്റെ സ്വാധീനതയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ പറയുന്ന ഗദ്യ മഹാകാവ്യം, അതിന്റെ വലുപ്പം മാത്രമല്ല അതിന്റെ ഒരു ജീവിതത്തെ ആവിഷ്കരിക്കാനുള്ള അതിന്റെ സമഗ്രമായ ശേഷിയെ മുൻനിർത്തിയിട്ടാണ് പലപ്പോഴും നോവലിനെ ഈ ഗദ്യ മഹാകാവ്യം തുടങ്ങിയ വിശേഷണങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ ഈ നോവലിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ തുടക്കം നമുക്ക് അറിയാവുന്ന പോലെ ഒരു 17-ാം നൂറ്റാണ്ടിന്റെ ഒക്കെ ഒരു അവസാനം 18-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴാണ് നോവൽ എന്ന് പറയുന്ന ഒരു രൂപത്തെ കുറിച്ചിട്ടുള്ള ചില ആലോചനകൾ പാശ്ചാത്യ ലോകത്ത് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് അറിയാം. അപ്പൊ ആ നോവലിന്റെ ആദ്യ രൂപങ്ങൾ, അത് ഡോൺ കിക്സോട്ട് ആയാലും അല്ലെങ്കിൽ റോബിൻസൺ ക്രൂസോ പോലുള്ള, പമേല പോലുള്ള ചില ആദ്യ രൂപങ്ങളൊക്കെ നോക്കുമ്പോൾ ഒന്ന് അത് ജീവിതത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കുക
സമകാലിക ജീവിതത്തോട് പലപ്പോഴും ചേർന്ന് നിൽക്കുക, ഈ പറയുന്ന ദൈവങ്ങളെയും അല്ലെങ്കിൽ മഹാപ്രഭുക്കന്മാരെയും ഒക്കെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് സാധാരണ മനുഷ്യ ജീവിതത്തെ ആവിഷ്കരിക്കുക അതും ഈ പറയുന്ന നോവലിന്റെ ഒരു വലിയ പ്രത്യേകത. റിയലിസത്തോട് പരമാവധി ചേർന്ന് നിന്നുകൊണ്ട് സ്ഥലത്തെയും അതുപോലെ തന്നെ തങ്ങളുടെ സമകാലത്തെയും ഒക്കെ ആവിഷ്കരിക്കുന്ന തരം ഒരു ആഖ്യാന രൂപമായിട്ട് നോവൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുന്നത് എന്ന് നമുക്കറിയാം. ഈ പറയുന്ന ആദ്യകാല നോവലുകളൊക്കെ ഞാൻ അതുപോലെ പമേലയായാലും ഡോൺ ക്വിക്സോട്ട് ആയാലും ഈ പറയുന്ന നോവലുകളൊക്കെയും നമ്മുടെ മലയാള നോവലിന്റെ ആവിർഭാവത്തെയും സ്വാധീനിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാം. അപ്പൊ അതോടൊപ്പം തന്നെ സൈക്കോളജിക്കൽ റിയലിസം എന്ന് പറയുന്ന മനഃശാസ്ത്രപരമായ യഥാർത്ഥവാദം എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രിട്ടീഷ് നോവലുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് യൂറോപ്യൻ നോവലുകളുടെ മാതൃകയായിട്ട് ജർമ്മൻ ഫ്രഞ്ച് നോവലുകൾ പിന്നീട് റഷ്യൻ നോവലുകളൊക്കെ വരുന്നതോടുകൂടെ ഈ സൈക്കോളജിക്കൽ റിയലിസം എന്ന് പറയുന്നത് ഈ നോവലുകൾക്കകത്ത് ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമായിട്ട് മാറുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിമർശന പദ്ധതികൾ തന്നെ വിപുലമായി വരികയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും, അല്ലെ? അതോടൊപ്പം തന്നെ ഈ ഫോട്ടോഗ്രാഫിക് റിയലിസം പോലുള്ള എലമെന്റുകളും അതിന്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് ഈ പറയുന്ന സോഷ്യലിസ്റ്റ് റിയലിസം അടക്കമുള്ള റിയലിസത്തിനകത്ത് തന്നെയുള്ള വ്യത്യസ്തമായ ചിന്താധാരകളുണ്ട് എന്ന് പറയാം. അപ്പൊ അവരൊക്കെയും പലപ്പോഴും ഈ പറയുന്ന സാഹിത്യ രൂപമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ പറയുന്ന അതിപ്പോ ഈ പറയുന്ന ഫോട്ടോഗ്രാഫിക് റിയലിസം അല്ലെങ്കിൽ നാച്ചുറലിസം എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കാലത്തൊക്കെയുള്ള അത്തരം പ്രസ്ഥാനങ്ങൾക്കകത്തൊക്കെയും അവർ മുന്നോട്ട് വയ്ക്കുന്ന സാഹിത്യരൂപം, ഉദാഹരണങ്ങളായിട്ട് കാണുന്ന സാഹിത്യരൂപം പലപ്പോഴും നോവലുകളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് അറിയാവുന്നതുപോലെ നോവൽ വരുന്നതോടു കൂടിയാണ് ഈ പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ വികാസം അല്ലെങ്കിൽ ഈ പറയുന്ന വ്യത്യസ്ത സംഘർഷ സ്ഥാനങ്ങൾ, ഈ എംപ്ലോട്ട്മെന്റ് എന്ന് പറയുന്ന ഒരാശയം അത് നാടകത്തോടു കൂടി തന്നെ തുടങ്ങുന്നുണ്ടെങ്കിലും ഈ പറയുന്ന അതിനകത്ത് ഈ കഥയുടെ ആരംഭം എന്നും അതിന്റെ ഒരു വികസിത ഘട്ടമെന്നും അതിന്റെ എൻഡ് പോയിന്റ് എന്നുള്ള രീതിയിലേക്ക് ഒരു കോസ് ആൻഡ് എഫക്റ്റിന്റെ സ്വഭാവത്തിനകത്തേക്ക് ഈ പറയുന്ന രൂപപരമായിട്ട് ഈ മോർഫോളജിക്കൽ അനാലിസിസ് ഒക്കെ ചെറുകഥകളെ കേന്ദ്രീകരിച്ചിട്ടൊക്കെ വരുന്നതോടുകൂടി തന്നെ ഈ ഫോർമലിസ്റ്റ് അല്ലെങ്കിൽ സ്ട്രക്ചറലിസ്റ്റ് പദ്ധതികൾ വരെ ഈ നോവലുകളെ അങ്ങനെ നററ്റോളജി പോലുള്ള സാധനങ്ങളൊക്കെ പിന്നീട് വികസിക്കുന്ന അങ്ങനെയാണ് നമുക്കറിയാം. അപ്പൊ നോവലിന്റെ അങ്ങനെ ഘടനാപരമായിട്ട് അങ്ങനെ ഒരു സുഘടിതമായിട്ടുള്ള ഘടനാപരമായ ഒരു ആഖ്യാനം എന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഈ കേവലം ഈ പറയുന്ന ഭാവപരമായിട്ടുള്ള ഒരു സംഗതി അല്ലെങ്കിൽ വൈകാരിക ആഖ്യാനം എന്നതിന് പകരം വളരെ സുഘടിതമായിട്ടുള്ള യുക്തിഭദ്രമായിട്ടുള്ള സംഭവ കേന്ദ്രിതമായിട്ടുള്ള ഒരു ആഖ്യാനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മധ്യവർഗം എന്ന് പറയുന്നത് ലോകവ്യാപകമായി വികസിച്ചു വന്നിരുന്ന മുതലാളിത്തത്തിന്റെ ഭാഗമായി വികസിച്ചു വന്ന മധ്യവർഗത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു ആഖ്യാനം എന്ന് പറയുന്നത് എവറിഡേ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഗതി. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഐഡിയലിസത്തിന്റെയും ആദർശവാദത്തെയും അതുപോലെ തന്നെ ഫാന്റസികളെയും റൊമാൻസിന്റെ ഒക്കെ ഒരു കാലത്തുണ്ടായിരുന്ന ആദർശവാദം അല്ലെങ്കിൽ റൊമാൻസുകൾക്ക് പിന്നെ പിറകിലുള്ള ഫാന്റസിയും അതുപോലെ തന്നെ ഐഡിയലിസത്തെയും ഒക്കെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നതും ഈ പറയുന്ന നോവലിന്റെ ഒരു സവിശേഷതയായിട്ട് അത് ഈ പറയുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ 19-ാം നൂറ്റാണ്ടാണ് നമ്മുടെ നോവലിന്റെ ഒരു നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഈ കാലമാകുമ്പോഴേക്കും അത് വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് പല മാർക്സിസ്റ്റ് നിരൂപകരും മുതലാളിത്തത്തിന്റെ ഒരു രൂപകമാണ് അല്ലെങ്കിൽ മുതലാളിത്തത്തിന്റെ ഒരു ആഖ്യാനമാണ്, സാഹിത്യ രൂപമാണ് നോവൽ തുടങ്ങിയ ആശയങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോ ഒരു ഭാഗത്ത് ഈ റിയലിസത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നോവലിനെ കാണുന്നതോടൊപ്പം തന്നെ ഫിനോമിനോളജിക്കലായിട്ട് നോവലിനെ കാണുന്ന മറ്റൊരു തരം വായനാ സംസ്കാരവും നോവലിനകത്തുള്ള ഈ പറയുന്ന സംഘർഷങ്ങളെ അല്ലെങ്കിൽ വ്യക്തി സാമൂഹ്യ സംഘർഷങ്ങളെയും പലപ്പോഴും അതിനകത്ത് കാണുന്ന കാർണിവലിസത്തെയും ഡയലോഗിസത്തെയും ഒക്കെ കേന്ദ്രീകരിച്ചു കൊടുക്കുന്ന ഭക്തിന്റെ വായനകളൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ അത്തരം ചില വായനകൾ അവിടെ ഉണ്ടാവുന്നുണ്ട്, മാർക്സിസ്റ്റ് വായനകൾ അവിടെ ഉണ്ടാവുന്നു. അങ്ങനെ പലതരം സ്കൂളുകളിൽ നിന്ന് നോവലുകളെ കുറിച്ചുള്ള ഈ പറഞ്ഞ വ്യാഖ്യാനങ്ങളും വായനകളോടും കൂടി തന്നെയാണ് നോവൽ എന്ന് പറയുന്ന ഒരു രൂപം യഥാർത്ഥത്തിൽ നമ്മുടെ ലോകത്തെമ്പാടുമുള്ള സാഹിത്യ വ്യവഹാരങ്ങൾക്കകത്ത് ഒരു പ്രാമാണിക സ്ഥാനത്തേക്ക് എത്തുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രത്യേകിച്ച് ജോർജ് ലൂക്കാച്ചിനെ പോലുള്ള ഇയാൻ വാട്ടിനെ പോലെയൊക്കെയുള്ള ദ റൈസ് ഓഫ് ദ നോവൽ പോലുള്ള വർക്കുകൾ വരുന്നുണ്ട്. മിഖായൽ ഭക്തിന്റെ ഈ പറയുന്ന നോവലിന്റെ പോളിഫോണിയെ കുറിച്ച് മൾട്ടിപ്പിൾ വോയിസ് എന്ന് പറയുന്ന പ്രത്യേകത വെച്ചുകൊണ്ട് നോവൽ എന്തുകൊണ്ട്, ഇതൊക്കെ ഈ കേസരി അടക്കമുള്ള നിരൂപകരെ, കേസരിയാണ് ഈ ഗദ്യത്തിന്റെ കാലമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് പറഞ്ഞ നിരൂപകരൊക്കെ സ്വാധീനിച്ചത് ഈ പറയുന്ന പാശ്ചാത്യ മുതലാളിത്തത്തിന്റെ അല്ലെങ്കിൽ ആധുനികതയുടെ അച്ചടി ആധുനികതയുടെ ഒരു അന്തരീക്ഷത്തിൽ രൂപപ്പെട്ട നോവൽ സങ്കല്പവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നോവലിനെ ഒരു മോഡേണിറ്റിയുടെ റിഫ്ലക്ഷൻ ആയിട്ട്, ആധുനികതയുടെ ഒരു പ്രതിഫലന ചിന്തയായിട്ട് അല്ലെങ്കിൽ ഭാവനയായിട്ട് നമുക്ക് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിനകത്തും ഈ ആധുനികതയുടെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ഒരുതരം ആധുനിക ലോകബോധത്തിന്റെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് നോവൽ തുടങ്ങുന്നതിന്റെ ഒരു കാരണം തന്നെ അതെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആ അർത്ഥത്തിൽ
ഈ പ്രിന്റ് മീഡിയയുടെയും അതുപോലെ തന്നെ മറ്റു മേഖലകളുടെയും അത് വികസിക്കുന്നത്. മറ്റൊന്ന് ക്യാപിറ്റലിസത്തിന്റെ ഒരു സംഗതി നേരത്തെ വിശദീകരിക്കേണ്ടത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന ഒരാശയം വളരെ പ്രധാനമായി മാറുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന വർഗവൈരുദ്ധ്യങ്ങളെ തുറന്നു കാണിക്കുക, അല്ലെങ്കിൽ മുതലാളിത്തത്തിന് നീതിയില്ലായ്മകൾ, അതിന്റെ സാമൂഹ്യ വൈരുദ്ധ്യങ്ങളെ അതിനെ അവതരിപ്പിക്കുക തുടങ്ങിയ ഒരു രീതിയൊക്കെ ഈ നോവലിൽ അതിന്റെ ഈ ആധുനികതയോടുള്ള ഒരു വിമർശ പദ്ധതിയായിട്ട് തന്നെ കാലത്ത് വികസിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇതിന്റെയൊക്കെ ഒരു തുടർച്ചയിൽ തന്നെയാണ് മലയാള നോവലിന്റെ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന ഈ നവോത്ഥാനകാല നോവൽ വരെയുള്ള നോവലിന്റെ പ്രത്യയശാസ്ത്ര പരിസരം എന്ന് പറഞ്ഞ് ഞാൻ ഈ പറയുന്ന ഒന്ന് ഒരു ആധുനികത ലോകബോധത്തോടുള്ള ഈ പറയുന്ന വലിയൊരു അഭിവാഞ്ചയെന്നോ അല്ലെങ്കിൽ അതുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഉത്സാഹം എന്ന് പറയുന്ന ഒന്നാം ഘട്ടവും, അതോടൊപ്പം തന്നെ ഈ മുതലാളിത്തം കൂടുതൽ കൂടുതൽ പെരുപ്പിക്കുന്ന മനുഷ്യർക്കിടയിലുള്ള ചില വൈരുദ്ധ്യങ്ങളെ സംബന്ധിച്ച്, വർഗവൈരുദ്ധ്യങ്ങളെയൊക്കെ സംബന്ധിച്ച ചില സംഘർഷങ്ങൾ, ഇത് രണ്ടും ചേർന്ന രണ്ട് ഘട്ടമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ മലയാളത്തിലെ ഈ നോവലിന്റെ ആദ്യ രണ്ട് ഘട്ടങ്ങൾ രൂപപ്പെടുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ ഘട്ടങ്ങളിലൂടെ നമുക്കൊന്ന് ഓടിച്ചൊന്ന് പോവാം. ഇതിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നോവലിന്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ ചില നോവലുകൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ദണ്ഡകാരണ്യത്തിന്റെ ഉത്തരഭാഗത്ത് വില്വാദ്രി എന്ന മലയുടെ താഴ്വരയിൽ ധർമ്മപുരി എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു എന്ന് തുടങ്ങുന്ന മലയാള നോവൽ ഏതാണ് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഉത്തരം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അല്ലെ? മലയാളത്തിലെ ആദ്യ നോവൽ എന്ന് ഒരുപാട് പേർ, നമ്മുടെ നിരൂപകന്മാരിൽ ഒരുവിധം ആളുകളൊക്കെ പറയുന്ന ഒരു നോവലിന്റെ ആദ്യ വരികളാണ് ഇത് അല്ലെ? ഏതാണ് ആ നോവൽ? കുന്തലതയാണ് ആ നോവൽ എന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ അയാള് നോവല് മാത്രമല്ല ബാങ്കും തുടങ്ങി എന്ന് പറയും. ഈ ബാങ്ക് ഒരു രൂപകമായിട്ട് ആ കാലത്തെ നോവൽ ഘടനയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ബാങ്ക് എന്ന് പറയുന്ന രൂപകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ പല നിരൂപകന്മാരും. ഓക്കെ, ഏതാണ് ആദ്യ നോവൽ എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ് അല്ലെ? പലരും പല തരം നോവലുകളെയാണ് പറഞ്ഞത്. കോമഡി ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന അല്ലെ, ഷേക്സ്പിയർ നാടകത്തെ ആസ്പദമാക്കി എഴുതപ്പെട്ടുള്ള ആൾമാറാട്ടം ആണ് ഈ ആദ്യ നോവൽ എന്ന് ഉള്ളൂര് പറയുന്നുണ്ട്. കുന്തലതയാണ് എന്ന് ഗോവിന്ദപിള്ളയും എം പി പോളും എൻ കൃഷ്ണപിള്ളയും മുർക്കത്തുമാരോടൊപ്പമുള്ള ഒരുവിധം ആളുകളൊക്കെ കുന്തലത എന്ന് പറയുന്ന ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് അല്ലെ. ജോർജ് ഇരുമ്പയത്തെ പോലുള്ള ആളുകളൊക്കെ ഈ ജോർജ് ഇരുമ്പയം ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഘാതകവധത്തെ കേരളീയ പശ്ചാത്തലത്തിലുള്ള നോവൽ, അപ്പൊ അതൊരു എപ്പോഴും നമ്മൾ കേരളീയ പശ്ചാത്തലത്തിലുള്ള ആദ്യ നോവൽ എന്ന് പറയുന്നത്. ആ കാലത്തെ നോവലുകൾ പലതും തർജ്ജമകളാണെങ്കിൽ കൂടിയും അതിനൊക്കെ കേരളീയമായ ഒരു പശ്ചാത്തലത്തിലേക്ക് നോവലിനെയും നാടകത്തെയും ഇറക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് അന്നത്തെ ഒരു രീതിയായിരുന്നു നമുക്കറിയാം. അപ്പൊ ഈ പറയുന്ന വലിയ കഥാപാത്രങ്ങളൊക്കെ, പാശ്ചാത്യ കഥാപാത്രങ്ങളൊക്കെ അതേ വേഷത്തിൽ വന്നുകൊണ്ട് കേരളത്തിലെ ഏതോ നഗരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് നടത്തുക അല്ലെ, അല്ലെങ്കിൽ അതിനകത്തൊക്കെ പലരും കോട്ട് ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ഒരാൾ മരിക്കുമ്പോൾ അയാളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് തർജ്ജമ ചെയ്ത് അമ്പലത്തിലേക്ക് കൊണ്ടുവന്നു ആക്കുക തുടങ്ങിയ രീതിയിലേക്കുള്ള എന്താ പറയാ വളരെ വികലമായ ചില എന്താ പറയാ അഡാപ്റ്റേഷന്റെ അനുരൂപണത്തിന്റെ സ്വഭാവം ആ കാലത്തെ നോവലുകളിൽ കാണിച്ചിരുന്നു എന്ന് പറയാം. എങ്കിലും പ്രധാനമായിട്ടും നമുക്ക് ആദ്യ നോവലിനെ കുറിച്ച് ഉള്ള നമ്മുടെ നോവൽ സാഹിത്യ ചരിത്ര സംവാദങ്ങൾക്കകത്ത് ഈ 4 നോവലുകളുമാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് നമുക്കറിയാം. ഈ നോവലിന്റെ ഒരു ആദ്യ ഘട്ടത്തെ നമ്മൾ ഒന്ന് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഉള്ള വ്യത്യസ്തമായ ധാരകളെ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. പ്രധാനമായും 3 ധാരകളാണ്, 3 ആശയധാരകൾക്കകത്ത് അല്ലെങ്കിൽ 3 ഒരു പശ്ചാത്തലത്തിൽ, പ്രത്യയശാസ്ത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ 3 തരം നോവലുകളും സംഭവിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് ഒന്നാമത്തെ ഇതെന്ന് പറയുന്നത് നമ്മുടെ നോവലിന്റെ, നേരത്തെ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ നോവൽ സാഹിത്യ ചരിത്രങ്ങളൊക്കെയും അതിനു മുമ്പുണ്ടായിരുന്ന ചെറിയ ചെറിയ അടിക്കാടുകൾ എന്ന രീതിയിൽ നമ്മൾ മാറ്റി നിർത്തിയിരുന്ന നോവലുകൾ നമുക്ക് 90-കൾക്ക് ശേഷമുള്ള നമ്മുടെ നോവൽ വായനകളിലേക്ക് വളരെ ശക്തമായി തിരിച്ചറിയുന്നു. ഈ സംസ്കാര പഠനത്തിന്റെ ഭാഗമായി ഈ പറയുന്ന പല നോവലുകളുടെയും വീണ്ടും റീപ്രിന്റ് വരികയും ആ നോവലിനെ കുറിച്ചൊക്കെയുള്ള സരസ്വതി വിജയത്തെ കുറിച്ചായാലും പരിഷ്കാരപ്പാതിയെ കുറിച്ച് ഒക്കെയുള്ള വലിയ ചർച്ചകൾ നമ്മുടെ സാഹിത്യ വിമർശന അന്തരീക്ഷത്തിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന മോഡേണിറ്റിയോടുള്ള ഒരു വിമർശനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് പലതരം വായനകളുടെ ഭാഗമായിട്ടാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ആ അർത്ഥത്തില് പിൽക്കാലത്ത് വീണ്ടും എന്താ പറയാ പ്രസക്തി നേടിയ നോവലുകൾ കൂടിയാണ് ഇതിന്റെ ആദ്യഘട്ടത്തിലെ നോവലുകൾ എന്ന് പറയുന്നത്. ഈ നോവലുകളുടെ ഒരു പൊതു സ്വഭാവം, ഈ പ്രാരംഭം എന്ന് പറയുന്ന ഈ ഒരു
ഇന്ദുലേഖയ്ക്ക് മുമ്പുള്ള കുന്തലത വരെ എത്തി നിൽക്കുന്ന നോവലുകളുടെ ഏതാണ്ട് ഒരു 10-35-40 വർഷക്കാലത്തെ ഒരു വന്നിട്ടുള്ള ഒരു നോവലുകൾ, ഏതാണ്ട് ഒരു 18ഓളം നോവലുകളായിരിക്കും അതിനകത്ത് വന്നിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ ആ നോവലുകൾക്കകത്ത് പലതരം നോവലുകൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ കൂടി പലതരം സംഗതികളാണ് അതിനകത്ത് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ നോവലുകളുടെ ഒരു പൊതു സ്വഭാവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, അത് പൂർണ്ണമായും ഈ പറയുന്ന ഈ കൊളോണിയൽ മോഡേണിറ്റിയുടെ ഒരു യുക്തിക്കകത്ത് നിന്നുകൊണ്ട് ഈ കൊളോണിയൽ അധിനിവേശ യുക്തി പലപ്പോഴും പ്രവർത്തിക്കുന്ന തരം നോവലുകളായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലെ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അത് മലയാള സാഹിത്യത്തിന്റെ ഒരുപക്ഷെ കവിതയെ അല്ലെങ്കിൽ മറ്റ് നാടകത്തെയൊക്കെ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മലയാള സാഹിത്യത്തിലെ സവർണ വ്യവഹാരങ്ങൾക്ക് ബദലായിട്ടൊരു ഒരു സാഹിത്യ വ്യവഹാരമായിട്ട് അത് വികസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു വ്യവഹാരമായിട്ടാണ് അത് വരുന്നത്. പലപ്പോഴും അത് കീഴാള വ്യവഹാരത്തിന്റെ സ്വഭാവം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന തരത്തിലേക്ക് മാർജിനലൈസ് സ്പേസിൽ നിന്നുള്ള സാഹിത്യത്തെ സംബന്ധിച്ചിട്ട് അവർണ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടുള്ള അത്തരം ജീവിതാഖ്യാനങ്ങളെ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ സമുദായ പരിഷ്കരണം പോലെയുള്ള മതപരിഷ്കരണം പോലെയുള്ള ആശയങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാകുന്നു. ചില ആദർശം, സന്മാർഗവാദം തുടങ്ങിയ ചില സാധനങ്ങൾ ഉണ്ടാകുന്നു. വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു പുതിയ ലോകബോധത്തോടുള്ള അല്ലെങ്കിൽ ഒരു പുതിയ ഉണർച്ചയോടുള്ള വലിയ താല്പര്യം അതിനകത്ത് എന്താ പറയാ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഈ പറയുന്ന സാധനങ്ങളൊക്കെ വന്നത് അങ്ങനത്തെ ഉള്ള ഈ മത പ്രബോധന അല്ലെങ്കിൽ പരിഷ്കരണ ശ്രമങ്ങളുടെ ഭാഗമായി വന്നിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളിലും മറ്റു പ്രജ്ഞാന നിക്ഷേപത്തിലാണ് ഈ മറ്റേ 1860-കളിൽ ആണ് ഈ പറയുന്ന ആർച്ച് ഘോഷിയുടെ ഈ പറയുന്ന നോവലിന്റെ ഒരു ജാതിഭേദം എന്ന് പറയുന്ന അല്ലെ, അതിന്റെ ഒരു പൂർണ്ണ രൂപമാണ് പിന്നീട് 1882 അല്ലെ, ഏതാണ് പുസ്തകം, ആർച്ച് ഘോഷിയുടെ പല ആളുകളും ഈ പറഞ്ഞ പോലെ മലയാള നോവലിന്റെ ആദ്യ രൂപം എന്നൊക്കെ പറയുന്ന പുല്ലേരി കുഞ്ചു ഒക്കെ വരുന്നത്. അപ്പൊ അതിനകത്ത് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് അവിടെ അതിനകത്ത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ മിസ്സിസ് കോളിൻസിന്റെ ഈ സ്ലെയിൻ എന്ന് പറയുന്ന കൃതിയുടെ അല്ലെ വിവർത്തനമായിട്ട് വന്നിട്ടുള്ള ഒരു കൃതി എന്ന് പറയുന്നത് അല്ലെ, ഘാതകവാദം എന്ന് പറയുന്ന കൃതി ആയാലും, അല്ലെങ്കിൽ ആൾമാറാട്ടം, നേരത്തെ പറഞ്ഞത് ആൾമാറാട്ടം ഒരു തർജ്ജമയുടെ സ്വഭാവത്തിലുള്ള ഒരു സംഗതിയാണ്. മീനകേതൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു എന്താ പറയാ പദ്യാഖ്യാന അല്ലെങ്കിൽ ഇതിഹാസ ആഖ്യാന പാരമ്പര്യത്തിന്റെ തുടർച്ചയുണ്ടായിട്ടൊരു ഗദ്യാഖ്യാനം എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന കൊളോണിയൽ ആധുനികത സൃഷ്ടിച്ചെടുത്ത പാശ്ചാത്യ അധിനിവേശ ആധുനികതയെ യുക്തിയിൽ വളർന്ന ഈ പറയുന്ന നോവലുകൾക്ക് ഒരു പാരലായിട്ട് ഇവിടെ നിന്നുണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ് ആയില്യം തിരുനാളിന്റെ മീനകേതനും ഈ കുന്തലത എന്ന് പറയുന്ന അപ്പു നെടുങ്ങാടിയിട്ട്. അപ്പൊ കുന്തലത പക്ഷെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ക്യാപിറ്റലായിട്ട് മലയാള സാഹിത്യ ചരിത്രത്തിനകത്ത് വലിയ ഒരു ക്യാപിറ്റൽ, അതിന് ഒരു ഇനീഷ്യൽ കൾച്ചറൽ ക്യാപിറ്റൽ അപ്പു നെടുങ്ങാടിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഈ കുന്തലത അതിന്റെ ഒരു കേന്ദ്രത്തിലേക്ക് വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ ഇപ്പൊ ഈ പറയുന്ന പിൽഗ്രിംസ് പ്രോഗ്രസിന്റെ തർജ്ജമയായാലും ഇങ്ങനെയുള്ള ആദ്യകാല നോവലുകൾ അല്ലെങ്കിൽ ഫൂൽമോനി പോലുള്ള സംഗതികളൊക്കെ ആയാലും അന്നൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന മനുഷ്യരുടെ വളരെ തീവ്രമായിട്ടുള്ള ചില സംഘർഷങ്ങൾ, ആത്മീയമായിട്ടുള്ള പ്രതിസന്ധികൾ അല്ലെ, അതിൽ നിന്നൊക്കെ ചില രക്ഷ നേടുന്നതിനുള്ള ശ്രമങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു സന്മാർഗോപദേശ സ്വഭാവത്തിലൊക്കെ ആണെങ്കിൽ കൂടിയും അതിനുവേണ്ടി മനുഷ്യ ജീവിത കഥകൾ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു ടോൾസ്റ്റോയൊക്കെ പിന്നീട് പറയുന്ന ഒരു ആശയം, ഈ ഒരു ആശയത്തിന്റെ ഒരു ആദ്യ രൂപം എന്ന നിലയ്ക്ക്, അഥവാ നമ്മുടെ ഒരു പാരമ്പര്യ ആഖ്യാന രൂപങ്ങൾക്കകത്തു നിന്നൊക്കെ തീർത്തും സ്വതന്ത്രമായ ഒരു പുതിയ ജീവിത പരിസരത്തിൽ നിന്നുകൊണ്ട് ഒരു പുതിയ ആഖ്യാനത്തെ സൃഷ്ടിക്കാനുള്ള ശ്രമം എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈ പ്രാരംഭഘട്ടത്തിലുള്ള പിന്നീട് മലയാള നോവൽ സാഹിത്യം കാര്യമായി പിന്തുടർന്നിട്ടില്ലാത്ത അതിന്റെ ആദ്യകാലത്തിന്റെ ഒരു പൊതുവായ വ്യവഹാര ചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ സാമാന്യമായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്തായാലും ഈ പറയുന്ന എന്താ കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസിന്റെ തർജ്ജമയായാലും അല്ലെങ്കിൽ ഏറ്റവും ആദ്യകാലത്ത് ചില ചരിത്ര നോവലുകളിലേക്ക് ചില എന്താ പറയുക ചേരമാൻ പെരുമാൾ പോലെയൊക്കെയുള്ള അമൃതപുളിനം പോലെയൊക്കെയുള്ള ചില ആദ്യകാല രൂപങ്ങളൊക്കെയും ഈ പലതരം പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ പറയുന്ന അതിന്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സാമൂഹ്യ നോവലിന്റെ ഒരു സംഗതി എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞിരുന്ന ഒരു കൊളോണിയൽ ആധുനികത യുക്തിക്കകത്ത് നിന്ന് അതിന്റെ വേറൊരു കീഴാള സ്ഥലത്ത് നിന്നുള്ള ഒരു പരിഷ്കരണവാദപരമായിട്ടുള്ള
ഒരു ഒരു ലോകബോധത്തിൽ പിറന്ന ആഖ്യാനങ്ങളായിരുന്നെങ്കിൽ അതിന്റെ തന്നെ ഒരു അപരഭാഗമായിട്ടാണ് നമ്മൾ സാമൂഹിക നോവൽ എന്ന് പറയുന്നത് ഇന്ദുലേഖയിലൂടെ ആരംഭിക്കുന്നത്. ഇന്ദുലേഖയിൽ അതുകൊണ്ട് തന്നെ ഇന്ദുലേഖയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന കൊളോണിയൽ ആധുനികതാ യുക്തികളൊക്കെ അർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഇന്ദുലേഖ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം. പല അർത്ഥത്തിലും ഇന്ദുലേഖ വിമർശനങ്ങളൊക്കെ പല ശ്രീജനടക്കമുള്ള ആളുകളും വി കെ ഭാഷ പലരും ആ അർത്ഥത്തിലൊക്കെ വിമർശിക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പോ ഇന്ദുലേഖ വിമർശനങ്ങൾക്കകത്ത് ഈ പറയുന്ന പാശ്ചാത്യ ആധുനികതയെയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെയോ ഒരു പരിഹാരം എന്ന രീതിയിൽ മുന്നോട്ട് വെക്കുക എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഊന്നിക്കൊണ്ടാണ് പലപ്പോഴും അത് സംഭവിക്കുന്നത് അറിയാം. അപ്പൊ അത് ആദ്യ നോവലിന്റെ ഒരു സ്വഭാവത്തിനകത്ത് അത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ചില സാമൂഹ്യ സംഘർഷ സ്ഥാനങ്ങളെ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു സാധനം കേരളീയ ജീവിത സന്ദർഭത്തിനകത്തുള്ള ചരിത്രപരമായി രൂപപ്പെട്ട ചില സാമൂഹ്യ സംഘർഷ സ്ഥാനങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് അത് വ്യക്തിബന്ധങ്ങൾക്കകത്തുള്ള അല്ലെങ്കിൽ കുടുംബങ്ങൾക്കകത്തുള്ള സാമൂഹ്യ ബന്ധങ്ങൾക്കകത്തുള്ള സംഘർഷമായിട്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്ന പിൽക്കാല നോവലുകളിലൂടെ വികസിക്കുന്ന ഒരു തന്ത്രം ഇന്ദുലേഖയിൽ തന്നെ ചന്തുമേനോൻ പരീക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് ചില പ്രത്യേക ഈ രണ്ട് തലമുറകൾ തമ്മിലൊരു സംഘർഷം എന്ന് പറയുന്നത്. ഗുരുത്തക്കേട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നൊക്കെ പറയുന്ന ചില സംഗതികൾ. പിന്നെ അതോടൊപ്പം തന്നെ പാരമ്പര്യ സമൂഹവും ഈ പറയുന്ന പുതിയ സിവിൽ കോടതികളും തമ്മിലുള്ള സംഘർഷം എന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികളും ഈ ഇന്ദുലേഖയും ശാരദയൊക്കെ അഡ്രസ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഈ സാമൂഹിക നോവലുകൾ ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അത് സാമൂഹിക നോവലുകൾ എന്ന പേരിൽ പല നോവലുകളും പ്രണയ നോവലുകളായിരുന്നു. ആ രീതിയിലാണ് അതിന് വിമർശനം ഉണ്ടാവുന്നത് നമുക്കറിയാം. അപ്പൊ പ്രണയ കഥകളായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മനുഷ്യ ബന്ധങ്ങളുടെ കഥകളായിട്ടൊക്കെ വികസിക്കുന്നെങ്കിൽ കൂടിയും അതിനെ സാമൂഹിക നോവൽ എന്ന് നമ്മൾ വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിനകത്ത് സമൂഹമാണ് അതിനകത്ത് ഒരു കേന്ദ്ര കഥാപാത്രമായി മാറുന്നത് എന്നതുകൊണ്ടാണ്. ചില വംശാവലികൾ അല്ലെങ്കിൽ എന്താ പറയാ ദേവലോകം അല്ലെ, ഇതിനെയൊക്കെ പൗരാണിക ലോകം, ഇതിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട് മനുഷ്യ സാമൂഹ്യ ജീവിതം പ്രമേയവൽക്കരിക്കുന്നു എന്നതാണ് സാമൂഹ്യ നോവലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ അർത്ഥത്തിലാണ് ഈ പറയുന്ന മീനാക്ഷി ആയാലും ഇന്ദുമതി സ്വയംവരമായാലും നോവലുകളിലെ വളരെ മോശപ്പെട്ട അനുകരണ രൂപങ്ങൾ എന്ന രീതിയിൽ ഒരുപാട് വിമർശനം നേരിടേണ്ടി വന്ന നോവലുകളാണ് നമുക്കറിയാം. അല്ലെങ്കിൽ പരിഷ്കാരപ്പാതി പോലുള്ള ചില നോവലുകൾ, ഈ പരീക്ഷണ സ്വഭാവമുള്ള നോവലുകൾ പോലും ഈ പറയുന്ന സാമൂഹ്യ സംഘർഷങ്ങൾ അടയാളപ്പെടുത്തുന്നുള്ള അർത്ഥത്തിൽ ഈ സാമൂഹിക നോവലുകളുടെ ഒരു പട്ടികയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ തോന്നുന്നു അല്ലെ. അതുപോലെ തന്നെ ലക്ഷ്മി കേശവും സുകുമാരി പോലുള്ള കൃതികളൊക്കെയും അതിന്റെ ഒരു എൻ പോയിന്റിലാണ് ഒരുപക്ഷെ നവോത്ഥാനത്തിന്റെ ഒരു ഒന്നാം ഘട്ടം എന്ന അർത്ഥത്തിനകത്ത് നമ്മൾ ഈ പറയുന്ന നമ്പൂതിരി നവോത്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സാമുദായിക നവോത്ഥാനത്തിന്റെയോ ഒക്കെ ഈ പറയുന്ന നമ്പൂതിരി നാടകത്രയത്തിന്റെ ഒക്കെ തുടർച്ചയിൽ ഉണ്ടാവുന്ന അപ്പന്റെ മകൾ പോലുള്ള ഒരു വർക്കൊക്കെ കാണുന്നത്. അപ്പൊ അപ്പന്റെ മകൾ, ഇന്ദുലേഖ തൊട്ട് അപ്പന്റെ മകൾ വരെയുള്ള നോവലുകളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ പൊതുവെ സാമൂഹിക നോവൽ എന്ന് പറയുന്നത്. കാരണം അത് തത്കാല സാമൂഹ്യ സന്ദർഭങ്ങളെ കേന്ദ്ര പ്രമേയമാക്കുന്നു എന്നുള്ള ഒരു പൊതു പോയിന്റിൽ നിന്നുകൊണ്ടാണ്. അതിന് തൊട്ടു മുമ്പുള്ള ഈ പറയുന്ന വർത്തമാന കാലത്ത് നിന്ന് തൊട്ടു മുമ്പുള്ള ഭൂതകാല ആഖ്യാനം ആണ് നോവൽ എന്ന അർത്ഥത്തിൽ നോവലിനെ കാണുന്ന ഒരു പദ്ധതിയെയാണ് നമ്മൾ ചരിത്ര നോവൽ എന്ന രീതിയിൽ മലയാള നോവലിന്റെ ഈ ആദ്യഘട്ടത്തിനകത്ത് അങ്ങനെ രണ്ട് കൈപ്പാട്ടെന്നും മണിപ്രവാളം എന്ന് പറയുന്നത് പോലെ തന്നെ എന്തുകൊണ്ടോ നമ്മുടെ നോവൽ ചരിത്രകാരന്മാർ ഈ രീതിയിൽ നമ്മൾ സാമൂഹിക നോവൽ എന്നും ചരിത്ര നോവൽ എന്നും നമ്മൾ രണ്ടായി തരംതിരിച്ചു. അതിനകത്തുള്ള ഒരു പ്രശ്നം ഇതാണ്, അതായത് സി വി രാമൻപിള്ളയെ പോലെ ഒരാളെ നമ്മൾ വളരെ കഴിഞ്ഞാണ് പിന്നെ അദ്ദേഹത്തിന്റെ നോവലിന്റെ നമ്മൾ ആ രീതിയിൽ വായിക്കപ്പെടുന്നത്. ചരിത്ര നോവൽ എന്ന രീതിയിൽ നമ്മളെ അതിനെ ലിമിറ്റ് ചെയ്യുകയും അതിനെ റൊമാൻസുകളുടെ നോവലിന് മുമ്പുള്ള രൂപത്തിലേക്കൊക്കെ പലപ്പോഴും ഒതുക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും അല്ലെ. അതുകൊണ്ട് ശരിയടക്കമുള്ള MP പോൾ ഈ ആ പറയുന്ന നവോത്ഥാന കാലത്തെ നമ്മുടെ സാഹിത്യ വിമർശകന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ വിമർശകന്മാർ മാത്രമല്ല ഈ നവോത്ഥാന എഴുത്തുകാരൊക്കെ മാതൃകയാക്കി വെച്ചത് ചന്തുമേനോനെ പോലുള്ള നോവലിസ്റ്റുകളെ ആയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അല്ലെ. ഇപ്പോ സി വി രാമൻ പിള്ളയിൽ നിന്ന് തുടങ്ങുന്ന നമ്മുടെ ചരിത്ര നോവലിന്റെ ഒരു പശ്ചാത്തലം വലിയ അളവിൽ നമുക്ക് കൊളോണിയൽ പ്രതിരോധമാണ് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് പാശ്ചാത്യ നോവൽ രൂപങ്ങളെ പരമാവധി മറികടക്കുകയും തൻ്റെതായ ഒരു നോവൽ ആഖ്യായിക രൂപത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം സി വി രാമൻപിള്ള നടത്തുകയും നോവലിന്റെ തുടക്കത്തിലൊക്കെ ഈ പറയുന്ന ശ്ലോകങ്ങളും മറ്റൊക്കെ കൊടുക്കുകയും അതിന്റെ ഭാഷയെ പലപ്പോഴും മണിപ്രവാള ഭാഷയോട് ബന്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിനുള്ള ചില ശ്രമങ്ങൾ, അല്ലെങ്കിൽ വളരെ അലങ്കാരബദ്ധമായിട്ടുള്ള ലോഹക്കിലുക്കമുള്ളൊരു ഭാഷ ഉപയോഗിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരുതരം ഫോക്ക് ലൈഫ് അതിനകത്ത് കൊണ്ടുവരാനൊക്കെയുള്ള ശ്രമങ്ങൾ അദ്ദേഹം ചെയ്യുന്നത് ഒരുപക്ഷെ പാശ്ചാത്യ നോവൽ എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപത്തിന്റെ ഒരു പലതരം ബലതന്ത്രങ്ങളെ മറികടക്കാൻ വേണ്ടി കൂടിയാണ് നമുക്കറിയാൻ കഴിയുമല്ലോ. അപ്പൊ ആ അർത്ഥത്തിൽ സി വി രാമൻപിള്ള ഒരു അർത്ഥത്തിൽ മലയാളി മെമ്മോറിയൽ അദ്ദേഹം പഠിക്കുന്ന കാലത്ത് തന്നെ ഈ പറയുന്ന അവിടുത്തെ ഈ പറയുന്ന എന്താ പറയാ
വിദ്യാർത്ഥി പ്രതിനിധിയായിട്ടൊക്കെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ രാജ്യാധികാരത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റിനെതിരായിട്ടുള്ള തൽക്കാല സ്റ്റേറ്റിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രതിഷേധം അല്ലെങ്കിൽ അതിനകത്തുള്ളൊരു വിമർശനം എന്നർത്ഥത്തിൽ നിന്നുകൊണ്ട് ഒരു ആദർശ സ്റ്റേറ്റിനെ നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്ന സംഗതി. ആദർശ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു കാലത്ത് നമ്മൾ പറഞ്ഞ അദ്ദേഹം ഈ പറയുന്നത് രാജ്യ സ്നേഹമാണോ രാജസ്നേഹമാണോ എന്ന് പറയുന്ന പ്രശ്നം നമ്മൾ CVയെ കുറിച്ച് പറയാറ്. അപ്പൊ CV അവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് എപ്പോഴും ഊന്നുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്റ്റേറ്റ് അതിനെ മുന്നോട്ട് വെക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, അതുകൊണ്ട് തന്നെ CVയുടെ നോവലിനകത്ത് എപ്പോഴും ട്രാജിക് എലമെന്റ്, പ്രത്യേകിച്ച് നമ്മുടെ പിൽക്കാല നമ്മുടെ ഈ ഗ്രീക്ക് ട്രാജഡികളിലൊക്കെ നമ്മൾ പറയുന്ന ഈ സ്റ്റേറ്റ് വേഴ്സസ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു സംഘർഷത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള നമ്മുടെ നാടകങ്ങൾക്കകത്തേക്കും ഈ ട്രാജിക് എലമെന്റ് എപ്പോഴും പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ആ ട്രാജിക് എലമെന്റ് പലപ്പോഴും ഈ പറയുന്ന CVയുടെ നോവലുകൾക്കകത്ത്, അതുകൊണ്ട് തന്നെ നായകന്മാർ വിജയിക്കുമ്പോഴും പ്രതിനായകന്മാർ പരാജയപ്പെടുന്ന പ്രതിനായകന്മാർക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു ഭാവുകത്വത്തെ നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ആന്തരികമായിട്ടുള്ളൊരു പ്രവർത്തനം ഈ CVയുടെ നോവലുകളിലുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ അർത്ഥത്തിലാണ്. അപ്പൊ നായർ മഹാകാവ്യമാണ് CVയുടെ നോവലുകൾ എന്നൊക്കെ പറയുന്നതിനകത്ത് അങ്ങനെ കൂടെ അർത്ഥമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അല്ല നായർ മഹിമയെ വാഴ്ത്തുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ എട്ടുവീട്ടിൽ പിള്ളമാരും അല്ലെങ്കിൽ തുടർച്ചകളിൽ ഉണ്ടാവുന്ന തിരുവിതാംകൂർ രാജാവിനെതിരായിട്ടുള്ള കലാപങ്ങൾക്കകത്ത് യഥാർത്ഥത്തിൽ അതിനകത്തൊക്കെ പ്രവർത്തിക്കുന്നത് ഈ സ്റ്റേറ്റിനോടുള്ള ഒരു വിമർശനം എന്ന് പറയുന്ന സംഗതി കൂടി ഉണ്ട് എന്നുള്ളതും, അത് ഒരു കൊളോണിയൽ സ്റ്റേറ്റിനോടോ അതിന് സാമന്തപ്പെട്ടുകൊണ്ട് നിന്ന തിരുവിതാംകൂർ സ്റ്റേറ്റിനോടൊക്കെയുള്ള ചില വിമർശനങ്ങൾ കൂടിയാണ് എന്നുള്ള സംഗതി കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാവാം CVയുടെ നോവലുകൾക്കകത്ത് നമ്മളൊക്കെ എല്ലാവരും പറയുന്നത് പോലെ ഈ കൽപ്പിത കഥാപാത്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുകയും അതിന്റെ ടൈറ്റിൽ റോളിലുള്ള രാജകഥാപാത്രങ്ങൾ വളരെ മങ്ങിപ്പോവുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ട് തരം കാലബോധങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ സാമൂഹിക നോവലുകളും ചരിത്ര നോവലുകളും മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് CVയുടെ നോവലുകളെ തുടർന്നുണ്ടായ തെക്കും കുറുവാണിയായാലും ഈ പറയുന്ന ഒരുപാട് ചരിത്ര നോവലുകൾ ഒക്കെ ആത്മാവ് നഷ്ടപ്പെട്ട് അത് ചരിത്രത്തിന്റെ പോലും ഭാഗമാകായി പോയതെന്ന് പറയുന്നത് അത് പഴയ ചരിത്ര കഥകളുടെ ഐതിഹ്യ കഥകളൊക്കെ ചേർക്കുന്ന ചരിത്ര കഥകളുടെ വെറും പുനരാവിഷ്കാരം മാത്രമായിരുന്നു. CVയുടെ ഈ ഒരു ചരിത്ര നോവലിന്റെ ഒരു പ്രത്യയശാസ്ത്ര പരിസരം അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇതിന്റെ നാലാമത്തെ ലെയർ എന്ന് പറയുന്നത്, ഈ ആദ്യഘട്ടത്തിലെ നാലാമത്തെ ലെയർ എന്ന് പറയുന്നത് പലതരം പാശ്ചാത്യ നോവൽ പരീക്ഷണങ്ങളുടെ, നോവൽ എന്ന് പറയുന്ന ഒരു പുതിയ രൂപം കിട്ടിയപ്പോൾ അതിനകത്ത് പാശ്ചാത്യ ലോകത്ത് പരീക്ഷിക്കപ്പെട്ടുള്ള രാഷ്ട്രീയ നോവലിന്റെയും അപസർപ്പക നോവലിന്റെയും അങ്ങനെ പലതരം നോവലുകളുടെ പരീക്ഷണങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരികയും നോവൽ എന്ന് പറയുന്ന നമ്മൾ ഈ പറയുന്ന ലിറ്ററസിയും നോവലും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ പാശ്ചാത്യ ലോകത്ത് തന്നെ അങ്ങനെ നോവലിന്റെ ഉദയവുമായി ബന്ധപ്പെട്ട് വലിയ ജനകീയ വായനയുടെ ഒരു വ്യവഹാര രൂപമായിട്ട് നോവലിനെ മാറ്റുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ വായനയുടെ ഒരു ജനകീയത കൊണ്ടുവരിക, അതിന്റെ ഒരു വലിയൊരു എന്താ പറയാ ഒരു ബഹുസ്വര വായനയുടെ സാധ്യത കൊണ്ടുവരിക എന്നുള്ളതിൽ പലതരം നോവലുകൾ അവിടെ നമുക്ക് വരുന്നതായിട്ട് കാണാൻ കഴിയും. അങ്ങനെയാണ് ഈ പറയുന്ന ആക്ഷേപഹാസ്യ നോവലുകളും കാര്യങ്ങളൊക്കെയും പ്രത്യേകിച്ച് കുറ്റാന്വേഷണ നോവലുകളുടെ ഒരു പരമ്പര തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നു. നോവലുകളെ വിമർശിച്ചുകൊണ്ട്, സാമൂഹ്യ നോവലുകളെ വിമർശിച്ചുകൊണ്ടുള്ള പറങ്ങോടി പരിണയം പോലുള്ള നോവലുകളും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. ഇങ്ങനെ 4 ലെയറുകളായിട്ട് നമുക്ക് ഈ നമ്മുടെ മലയാള നോവലിന്റെ ആദ്യ കാലത്തെ നമുക്ക് അടയാളപ്പെടുത്താം എന്നുള്ളതാണ്. 4 ലെയറുകൾ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ദേശരാഷ്ട്രം എന്ന് പറയുന്ന ഒരു സംഗതി രൂപീകരിക്കുന്നതിന് മുമ്പ്, നാഷൻ സ്റ്റേറ്റ് രൂപീകരിക്കുന്നതിന് മുമ്പുള്ള ഒരു സവിശേഷമായ രാഷ്ട്രീയ പ്രതിസന്ധിയെ, സാമൂഹ്യ പ്രതിസന്ധിയെ ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആദ്യ 3 ലെയറുകളിലെയും എന്താ പറയുക നോവലിസ്റ്റുകളുടെ നോവലുകളുടെ ഒരു അന്തരീക്ഷം അഡ്രസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. വരാൻ പോകുന്ന ഒരു നാഷൻ സ്റ്റേറ്റിന്റെ അകത്ത് ഉള്ള പലതരം സംഘർഷങ്ങളെ, അതെന്തായിരിക്കണം തുടങ്ങിയ സംഘർഷങ്ങൾ, ജാതി സംഘർഷങ്ങൾ, വർഗ സംഘർഷങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ നോവലുകൾ വളരെ സൂക്ഷ്മമായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ വായനയിൽ പറയാൻ കഴിയും എന്നുള്ളതാണ്. ഈ നോവലുകളുടെ എല്ലാത്തുള്ള പ്രധാനപ്പെട്ട ചില നോവലിസ്റ്റുകളെ കുറിച്ച് മാത്രം നമുക്കൊന്ന് ഓടിച്ചൊന്ന് പോവാം. ആദ്യകാലത്തെ ചില അടയാളങ്ങൾ, ഈ പറയുന്ന സാമൂഹ്യശാസ്ത്രപരമായിട്ട് തന്നെ അടയാളങ്ങൾ എന്ന് പറയാവുന്ന ഒരു ഞാൻ നേരത്തെ പറയേണ്ട പലതരം 12ഓളം കഥാഖ്യാന കൃതികൾ ഈ 47-87 കാലത്ത് ഉണ്ടാവുന്നുണ്ട്. പലതരം കൃതികൾ, അവയൊക്കെ നമ്മൾ നോവലിന്റെ ആദ്യകാല പരിശ്രമങ്ങൾ, നോവലാകാനുള്ള പരിശ്രമങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയാവുന്ന സംഗതികളാണ്. ഈ പിൽഗ്രിം പ്രോഗ്രംസിന്റെ പ്രാദേശിക മോക്ഷയാത്ര എന്നുള്ളത്, അതേപോലെ തിരുപ്പോരാട്ടം മറ്റൊരു ട്രാൻസ്ലേഷൻ ആയിട്ട് വരുന്നത്, അങ്ങനെയുള്ള ട്രാൻസ്ലേഷൻ വർക്കുകൾ ഉണ്ടാവുന്നുണ്ട്.
ഈ പറയുന്ന അതുപോലെ തന്നെ സഞ്ചാരിയുടെ പ്രയാണം എന്ന രീതിയിൽ പിന്നീട് ജോൺ ബനിയന്റെ കൃതിയുടെ തർജ്ജമ ആയിട്ടല്ലേ സി മുള്ളറിന്റെ തർജ്ജമയായിട്ട് തലശ്ശേരി ഭാഷ മിഷൻ പ്രസ്സിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ട് ഒരു കൃതിയാണ് എന്നുള്ളതാണ് അല്ലെ. അതുപോലെ തന്നെയാണ് ഈ പുൽമോനിയെ എന്നും കോരുണ എന്നും പേരായ ഇവിടെ കഥ എന്ന് പറയുന്ന കൃതിയും ഈ രീതിയിൽ തന്നെ ജോസഫ് പീറ്റിന്റെ തർജ്ജമയായിട്ട് 1958 വരുന്നുണ്ട് അല്ലെ. കാതറിൻ മുള്ളൻസ് ആണത് എഴുതുന്നത് അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയാ ഘാതകവധം തർജ്ജമ ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പുല്ലേരി കുഞ്ചു എന്ന് പറയുന്ന കൃതി ആ ഘട്ടത്തിൽ വരുന്നുണ്ട്. അങ്ങനെ നിരവധിയായ ആ കൃതികളും തർജ്ജമ സ്വഭാവത്തിൽ, പ്രത്യേകിച്ച് ഇവിടെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ചെറുകഥയുടെ ചരിത്രത്തിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ താരതമ്യേന വീക്കായിട്ടുള്ള, താരതമ്യേന വലിയ ഗംഭീരമായ കൃതികളൊന്നും സംഭവിച്ചിട്ടില്ലാത്ത ബ്രിട്ടീഷ് മറ്റേ കഥാഖ്യ ഫിക്ഷനെയാണ് നമ്മുടെ ആദ്യകാല ഈ പറയുന്ന ഫിക്ഷൻ എഴുത്തുകാരൊക്കെ എന്താ പറയാ അനുകരിക്കാൻ ശ്രമിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും അല്ലെ. ഇത് കൂടാതെ തന്നെ നമ്മൾ ഈ പറയുന്നതിനകത്തൊന്നും കാര്യമായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ചില കൃതികളും അതിനകത്തുണ്ട്. ഇപ്പോ ഈ പറയുന്ന എന്താ പറയാ കാമാക്ഷി ചരിതം എന്ന് പറയുന്ന ചിദംബരവാദ്യാരുടെ ഒരു കൃതിയുണ്ട് അല്ലെ. പിന്നെ അപ്പു നെടുങ്ങാടിയുടെ കുന്തലത വരെയുള്ള ഇത്തരം ചില രചനകളെയാണ് നമ്മൾ ആദ്യകാലത്ത് അടയാളങ്ങൾ എന്നർത്ഥത്തിൽ നമ്മൾ അടയാളപ്പെടുത്തും. ഓക്കെ, അപ്പോ ഇത് വിവർത്തനമായതുകൊണ്ട് ആണ് മലയാളത്തിലെ ആദ്യ നോവലായിട്ട് പരിഗണിക്കാത്തത് എന്ന് പറയുന്ന ഒരു സാധനം ഒരു ചോദ്യത്തിനകത്ത് അത് കണ്ടിരുന്നു. അതുപോലെ തന്നെ അത് പ്രസിദ്ധീകരിച്ചത് ആരാണ് എന്ന് പറയുന്നത്, പൂർത്തിയാക്കി പ്രസിദ്ധീകരിച്ചത് അവരുടെ ഭർത്താവാണ് നമുക്കറിയാം അല്ലെ. പലപ്പോഴും ഈ പറയുന്ന മതപരിഷ്കരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മതപരിവർത്തനത്തിന്റെ യുക്തികൾ മുന്നോട്ട് വയ്ക്കുക അല്ലെ, അതോടൊപ്പം തന്നെ ചില സാമൂഹ്യ സംഘർഷ സ്ഥാനങ്ങളെ മറ്റേ അടയാളപ്പെടുത്തുക അല്ലെ. അതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പുലയ സമുദായത്തിൽപ്പെട്ട ഒരാൾ പ്രധാന കഥാപാത്രമായിട്ട് വരിക എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിൽ തന്നെ അങ്ങനെ ഒരു സംഗതി, അതും ഈ ഒരു ഇതിന്റെ വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് വേണമെങ്കിൽ ചോദ്യങ്ങളായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. എന്താണ് ഈ നോവലിനെ നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ ഈ നോവലിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ കഴിയാവുന്നത് ഈ പറയുന്ന ചില സമുദായങ്ങൾ, ജാതി സമുദായങ്ങൾ, അതിനിടയിലുള്ള സംഘർഷങ്ങൾ, വ്യക്തി സംഘർഷങ്ങളൊക്കെ വരുന്നു എന്നുള്ളതും ഈ പറയുന്ന കീഴാള ജീവിതം അല്ലെങ്കിൽ കീഴാള കഥാപാത്രങ്ങൾ കേന്ദ്രത്തിൽ വരുന്നു തുടങ്ങിയ പ്രത്യേകതകളൊക്കെ നമുക്ക് പറയാൻ കഴിയും. ഓക്കെ അതുപോലെ തന്നെ ഈ പറയുന്ന സ്റ്റേറ്റിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടും ആധുനിക സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പാരമ്പര്യ സമൂഹങ്ങൾക്കിടയിലുള്ള സംഘർഷങ്ങളെ സംബന്ധിച്ചും അല്ലെ വർഗവൈരുദ്ധ്യം, പിന്നീടുള്ള നവോത്ഥാനകാല നോവലുകളിൽ വളരെ ശക്തമായിട്ട് വർഗവൈരുദ്ധ്യം കടന്നു വരുന്നെങ്കിൽ അതിന് തൊട്ടുമുമ്പുള്ള നോവലുകളിൽ ഈ പറയുന്ന ജാതി വൈരുദ്ധ്യങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന സമുദായ വൈരുദ്ധ്യങ്ങളോ അല്ലെങ്കിൽ അതിനകത്തുള്ള അനീതികളൊക്കെയാണ് പലപ്പോഴും ആവിഷ്കരിക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനകത്തൊരു ഉദാഹരണമാണ് പുല്ലേരി കുഞ്ചു എന്ന് പറയുന്ന അല്ലെ, മലയാളത്തിലെ വേണമെങ്കിൽ നമുക്ക് എന്താ പറയാ ഒരു മൗലികതയുള്ള ആദ്യത്തെ നോവൽ എന്ന് പറയാൻ കഴിയാവുന്ന നോവൽ എന്ന് പറയുന്നത് ജാതിഭേദം എന്ന പേരിൽ ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ട് പിന്നീട് പുസ്തക രൂപത്തിൽ പൂർണ്ണമായി വരുന്ന പുസ്തകം എന്ന് പറയുന്നത്. ഇതെല്ലാം ഈ പറയുന്ന റിഫോർമേഷൻ എന്ന് പറയുന്ന പരിഷ്കരണം എന്ന് പറയുന്ന ഒരു ആശയത്തെ മുൻനിർത്തിയിട്ടുള്ള കൃതികളാണ്. പക്ഷേ ഈ പറയുന്ന എല്ലാ കൃതികളും നേരത്തെ പറഞ്ഞ ഒരു സന്മാർഗ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള പ്രചാരണപരമോ പ്രബോധനാത്മകവുമായുള്ള കൃതികളായിട്ട് ആണ് അവയെ നോവലുകളായി അവർ തന്നെ പരിഗണിച്ചിരുന്നില്ല എന്നതാണ് അല്ലെ. അങ്ങനെ ഒരു പക്ഷേ ഇതിന്റെ ഒരു പരിസരത്തിൽ നിന്നാണ് ഒരു നോവൽ അല്ലെങ്കിൽ കൽപ്പിത കഥ എന്ന രീതിയിൽ മറ്റ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ കൽപ്പിത കഥയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു കൃതി എന്ന രീതിയിൽ കുന്തലത എന്ന് പറയുന്ന നോവൽ അല്ലെ, ഒരു കേരളീയൻ ആദ്യമായി എഴുതിയ നോവൽ എന്ന അർത്ഥത്തിൽ കുന്തലത പ്രധാനമാണ് അല്ലെ. എന്നാൽ അത് ഒരു കേരളീയ സാമൂഹ്യ പശ്ചാത്തലമില്ല. അപ്പൊ കേരളീയ പശ്ചാത്തലത്തിൽ എഴുതിയ നോവലും കേരളീയൻ എഴുതിയ നോവലും മലയാളത്തിലെ ആദ്യ നോവലും ഒക്കെ വ്യത്യസ്തമാണെന്ന് നമുക്ക് ഓർമ്മയുണ്ടാവണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യ നോവൽ എന്ന് മിക്കവരും പറഞ്ഞിട്ടുള്ള കുന്തലത എന്ന് പറയുന്ന നോവൽ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഒരു തരം കാവ്യ വ്യവഹാര പാരമ്പര്യത്തെ ഒരു ഗദ്യ വ്യവഹാരത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് വലിയ അളവിൽ നോവൽ എന്നതിനേക്കാൾ റൊമാൻസുമായിട്ട് രൂപപരമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാനുള്ളൊരു കാരണം അതിന്റെ ആഖ്യാനപരമായ സവിശേഷതയാണ്, അതിന്റെ ആലങ്കാരികവും കൃത്രിമവുമായ ഒരു മണിപ്രവാള ഭാഷ കൊണ്ടുകൂടിയാണ് എന്നാണ് ഇപ്പൊ പി കെ രാജശേഖരനൊക്കെ പറയുന്ന ഒരു കാര്യം. അതിന് റൊമാൻസ് ആയിട്ടാണ് പരിഗണിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു കാര്യം. മാത്രമല്ല
ഡി ബെഞ്ചമിൻ മാഷായാലും അല്ലെങ്കിൽ ജോർജ് ഇരുമ്പയത്തെ പോലുള്ള നിരൂപകന്മാരൊക്കെയും ഇതിനെ നോവലായിട്ടല്ല, നോവലിന്റെ മുമ്പുള്ള നമ്മൾ പൂർവ്വകാൽപ്പനികം എന്നൊക്കെ പറയാവുന്ന അത്തരം ഒരു മലയാള നോവലിന്റെ ഒരു പ്രാഗ്ദശയായിട്ട് അതിനെ കണ്ടാൽ മതി എന്ന് പറയാനുള്ള കാരണവും കുന്തലതയെ ആ രീതിയിൽ പരിഗണിക്കാനുള്ള കാരണവും അതുതന്നെയാണ്. ഓക്കെ, കാരണം അത് പൂർണ്ണമായും ഈ പാശ്ചാത്യ രീതിയിലുള്ള നോവൽ എന്ന വാക്ക് സൂചിപ്പിക്കുന്ന ആ ഒരു മുഴുവൻ നോവൽറ്റിയും അവകാശപ്പെടാനില്ലാത്ത ആഖ്യാനപരമായി, കാരണം നോവൽ ഒരു ആഖ്യാനമാണെന്നൊക്കെ നമ്മൾ പിന്നീടാണ് തിരിച്ചറിയുന്നത്. മറ്റൊക്കെ പ്രമേയപരമായിട്ട് മാത്രം നോവലിനെ കാണുക എന്നുള്ള രീതിയിൽ നമ്മളിന്ന് നോവലിനെ ഒരു ആഖ്യാന രൂപം എന്ന നിലയിൽ കാണുമ്പോൾ ഒരുപക്ഷെ ഈ നോവൽ എന്ന് പറയുന്ന ഒരു ആഖ്യാന രൂപത്തിന്റെ നോവൽറ്റിയെ കൊണ്ടുവരാൻ കുന്തലതയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യവും പ്രധാനമാണ്. അതിന്റെ കൽപ്പിത കഥയാണ് എന്നതല്ല അതിന്റെ നോവൽ ആവാതിരിക്കാനുള്ള അതിന്റെ ഒരു കാരണമായിട്ട് നമുക്ക് ഇന്ന് മുന്നോട്ട് വയ്ക്കാൻ പറ്റാം. ഇന്ദുലേഖ എന്ന് പറയുന്ന മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ എന്ന് പറയുന്ന നോവലിനകത്ത് അല്ലെ, ഇന്ദുലേഖ 18-ാം അധ്യായത്തിൽ പരാമർശിക്കപ്പെടാത്തത് പല ആളുകളെയും പരാമർശിക്കുന്നുണ്ട്. വളരെ കണ്ടംപററി ആയിട്ടുള്ള നമുക്കറിയാവുന്നതുപോലെ 18-ാം അധ്യായം പോടക്കമുള്ള ആ കാലഘട്ടത്തിലെ നിരൂപകന്മാർ പലരും പറഞ്ഞു 18-ാം അധ്യായം അതിനകത്ത് എന്തിനാണ്, അതില്ലെങ്കിൽ ആ നോവൽ നിലനിൽക്കുമായിരുന്നു, അത് രസച്ചരട് അല്ലെ. പിൽക്കാലത്ത് 18-ാം അധ്യായം കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇന്ദുലേഖ വായനകൾ പ്രധാനമായിട്ടുള്ളത് എന്ന് നമുക്കറിയാം അല്ലെ. പാവല സംഭാഷണം എന്ന് പറയുന്നത് അല്ലെ, അതിനകത്ത് പല പല ലോകകാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്, പല സിദ്ധാന്ത പദ്ധതികൾ കടന്നു വരുന്നുണ്ട്. പാരമ്പര്യ ഇന്ത്യൻ ജ്ഞാന വ്യവസ്ഥയും ഈ പറയുന്ന പാശ്ചാത്യ ആധുനിക ജ്ഞാന വ്യവസ്ഥയും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടൽ അതിനകത്ത് നടക്കുന്നുണ്ട്. പാരമ്പര്യ സമൂഹവും ആധുനിക ജനാധിപത്യ സമൂഹവും തമ്മിലുള്ള സംഘർഷങ്ങൾ കടന്നു വരുന്നുണ്ട്. നാടുവാഴിത്വവും മുതലാളിത്തവും തമ്മിലുള്ള ചില സംഘർഷങ്ങൾ കയറി വരുന്നുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറം പുതിയ പുതിയ ചില സയൻസിനെ സംബന്ധിച്ച്, പുതിയ ഫിലോസഫിയെ സംബന്ധിച്ചുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് കയറി വരുന്നുണ്ടെന്നറിയാം. അതിന്റെ ഭാഗമായിട്ട് കുറെ ആളുകൾ അതിനകത്ത് വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ അതിനകത്ത് പരാമർശിക്കപ്പെടാത്ത അതാര് എന്നാണ് ചോദ്യം അല്ലെ. ആർക്കെങ്കിലും ഉത്തരം അറിയാവോ? ഓക്കെ, ബെർണാഡ് റസ്സലിനെ കുറിച്ചാണ് അതിനകത്ത് പരാമർശിച്ചത്. ബാക്കി 3 പേരെ കുറിച്ചും അതിനകത്ത് പ്രത്യേക ഹ്യൂമനിസത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ പരിഷ്കരണങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്ന സന്ദർഭങ്ങളിൽ ഈ പറയുന്ന വലിയ ചിന്തകന്മാരെ കുറിച്ചൊക്കെ അതിനകത്ത് പരാമർശം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അന്ന് ഏറ്റവും കണ്ടംപററി ആയിട്ടുള്ള ഒരു തരം സോഷ്യൽ ഫിലോസഫിയെ സംബന്ധിച്ചിട്ടുള്ള പലതരം ആശയങ്ങൾ അതിനകത്ത് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 18-ാം അധ്യായവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കകത്ത് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഓക്കെ. ഇന്ദുലേഖ എന്ന് പറയുന്ന ഒരു നോവലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. അത് ലക്ഷണയുക്തമായ ഒരു മലയാളത്തിലെ ആദ്യത്തെ എന്താ പറയാ ലക്ഷണമൊത്ത നോവൽ എന്ന് പറയാനുള്ള ഒരു കാരണം അതിന് ലക്ഷണയുക്തമായ ഒരു ഘടനയുണ്ട് എന്നുള്ളതാണ്. നോവലിന്റെ ലക്ഷണങ്ങൾ അതിനകത്ത് പാലിക്കുന്നുണ്ട്. അത് കഥാപാത്ര വികാസമായാലും സംഭവങ്ങളുടെ ആണെങ്കിലും ഈ പ്ലോട്ടിനെ സംബന്ധിച്ച സംഗതികളായാലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ നോവൽ ലക്ഷണങ്ങൾ അതിനകത്ത് പരിപൂർണമായി പാലിക്കുന്നുണ്ട്. ആഖ്യാന സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത് എന്നുള്ളല്ലേ. അതിന് ചില പ്രചോദനങ്ങൾ ഉണ്ടെന്നറിയാം, അതുമായി ബന്ധപ്പെടുത്തിയ ചോദ്യങ്ങൾ ഉണ്ടാവും എന്നറിയാം അല്ലെ. ചില നോവലുകളൊക്കെ വായിച്ചുകൊണ്ട് അല്ലെ, ഒരു നോവൽ വായിച്ച് അത് തർജ്ജമ ചെയ്യാൻ വീട്ടിലേക്ക് വേണ്ടി ഒന്ന് തർജ്ജമ ചെയ്ത് അവരെ രസിപ്പിക്കാൻ വേണ്ടി എഴുതുകയും എന്നാൽ അവസാനം അത് മാറ്റിയിട്ട് സ്വന്തമായിട്ടൊരു കഥ ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെയാണ് ഈ പറയുന്ന ഇന്ദുലേഖയുടെ പിറകിലുണ്ടായിരുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. മറ്റൊന്ന് ഈ പറയുന്ന അതിനകത്ത് കൊണ്ടുവരുന്ന പ്രമേയങ്ങളെ സംബന്ധിച്ചിട്ടാണ്. പലതരം പ്രമേയങ്ങൾ നമ്പൂതിരി നായർ സംബന്ധത്തിനകത്ത് അല്ലെങ്കിൽ നമ്പൂതിരി നായർ ബന്ധത്തിനകത്ത് ഉണ്ടാവുന്ന ചില ചില സംഘർഷങ്ങളെ സംബന്ധിച്ച് അതിനകത്ത് ഈ പറയുന്ന ഒരു ഫ്യൂഡൽ മൂല്യങ്ങൾക്ക് അപ്പുറത്തുനിന്ന് ആധുനികമാക്കുകയും ഈ പറയുന്ന നായർ ജാതിയുടെ ഒരു സമുദായവൽക്കരണം ലക്ഷ്യമാക്കുക അതിനകത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. ഈ മാരേജ് ആക്ടിവിനൊക്കെ പിറകിൽ പ്രവർത്തിച്ച ഒരാളെന്ന രീതിയിൽ അല്ലെ. അത്തരം കാര്യങ്ങൾ നമ്പൂതിരി നായർ സംബന്ധവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്കുള്ള ഒരു സംഗതി, മരുമക്കത്തായത്തിൽ നിന്ന് മക്കത്തായത്തിലേക്കുള്ള സംഗതി, അങ്ങനെ കേരളത്തിന്റെ സാമൂഹ്യ ഘടനയ്ക്കകത്ത് ബോധപൂർവമായിട്ട് ഇടപെടുകയും അല്ലെ അതിനെ ആധുനികമായ ഒരു സാമൂഹ്യ ഘടനയിലേക്ക് മാറ്റി തീർക്കുകയും ചെയ്യുക എന്ന് പറയുന്ന സവിശേഷമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുള്ള ഒരു നോവലായിട്ട് നമ്മൾ അല്ലെങ്കിൽ സാമൂഹ്യ ലക്ഷ്യമുള്ള ഒരു നോവലായിട്ട് ഇന്ദുലേഖയെ കാണുന്നുണ്ട് എന്ന് നമുക്കറിയാം അല്ലെ. മരുമക്കത്തായത്തിന്റെ ദോഷങ്ങളെ കുറിച്ചുള്ള ചില ഒരുപാട് സംഗതികൾ, അതുപോലെ തന്നെ ബഹുഭാര്യാത്വം പോലുള്ള ചില കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഈ ആധുനിക അണുകുടുംബ സങ്കല്പത്തിലേക്ക്, ദാമ്പത്യ സങ്കല്പങ്ങളിലേക്ക് അല്ലെ ഒരു പ്രണയ കഥയെ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആദർശവൽക്കരിക്കപ്പെട്ടിട്ടുള്ള നായകന്മാരും അതല്ലാത്ത ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മറ്റു ഉപകഥാപാത്രങ്ങളും എന്നുള്ള ഒരു പൊതു പ്ലോട്ട്. അപ്പൊ അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ഒരുപക്ഷെ അസാധ്യമായ രണ്ട് കഥാപാത്രങ്ങളെ എടുത്തുകൊണ്ട് അന്നത്തെ ഒരു സാമൂഹ്യ പ്രതലത്തെ ചോദ്യം ചെയ്യുക എന്നതാണ് ചന്തുമേനോൻ ചെയ്തത് എന്നല്ലേ. വരാനിരിക്കുന്ന ഏതോ കാലത്ത് ഉണ്ടായേക്കാവുന്ന ഒരു ആദർശ നായികയെ എടുത്തുകൊണ്ട് പുതിയ കാലത്ത് സമകാലത്തെ പിളർക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് അല്ലെ മറ്റേ ചന്തുമേനോൻ ചെയ്തത് എന്നും അത് ഇംഗ്ലീഷിൽ ചിരിക്കുന്ന ഇന്ദുലേഖയാണെന്നും, അല്ലെങ്കിൽ ഇന്ദുലേഖ എന്ന് പറയുന്നത് ഇപ്പോ ഈ പറയുന്ന പിയാനോ വായിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യുന്ന കഥകളി ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു 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 സവിശേഷമായ ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. ഇന്ദുലേഖയ്ക്ക് അപ്പുറത്ത് തന്നെ ഈ പറയുന്ന പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത മറ്റൊരു കഥാപാത്രത്തെ കൊണ്ടുവച്ചുകൊണ്ട് അതിന്റെ വൈരുദ്ധ്യത്തെ കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ സമർത്ഥമായിട്ട് അദ്ദേഹം അത് നിർവഹിച്ചിട്ടുണ്ട് എന്നറിയാം. അപ്പൊ ഇങ്ങനെ ആധുനിക ചിന്താലോകം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. പാശ്ചാത്യ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തുമാത്രം പ്രധാനമാണ് എന്ന് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരു പുതിയ സ്ത്രീ സങ്കല്പത്തെ, സ്ത്രീ കേന്ദ്രിതമായ ആഖ്യാനങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രമല്ല ഒരു പുതിയ സ്ത്രീ സങ്കല്പത്തെ അത് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ദുലേഖ ഒരു ഭാഗത്തിരിക്കുകയും ഈ പറയുന്ന ആളുകളൊക്കെ ഇന്ദുലേഖയുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യുക എന്ന രീതിയിലേക്ക് അത് ആ രീതിയിൽ, അല്ലെങ്കിൽ സ്വന്തം കാമുകൻ എന്ന് പറയുന്ന ഒരു ആശയം, ആ കാമുകന് മീതെ ഈ പറയുന്ന വൈകാരിക അധികാരമുള്ള ഒരു കാമുകി അവിടെ ഉണ്ടാവുന്നു, അല്ലെ അങ്ങനെയൊക്കെയുള്ള വളരെ സൂക്ഷ്മമായ കുറേ കാര്യങ്ങൾ ഈ പറയുന്ന ഇന്ദുലേഖയിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഒരു ആധുനിക സിവിൽ സമൂഹത്തിലേക്ക്, ജനാധിപത്യ സമൂഹത്തിലേക്ക്, ഒരുതരം പ്രജാത്വത്തിൽ നിന്ന് പൗരത്വത്തിലേക്കുള്ള ഒരു മാറ്റത്തെ സംബന്ധിച്ച സൂചനകൾ, ഇന്ത്യയിൽ നിന്ന് രൂപം കൊണ്ടുവന്നിരുന്ന മെട്രോ നഗരങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ ആയിട്ടുള്ള ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഭൂപട, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു മുതലാളിത്ത നാഗരിക ഭൂപട നിർമ്മിതി ഇന്ദുലേഖയിലൂടെ സാധ്യമാക്കുന്നു എന്ന് പറയാം, അല്ലെ. അതിന്റെ ഭാഷയെ കുറിച്ചാണെങ്കിൽ ഈ പറയുന്നത് പോലെ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ചന്തുമേനോന്റെ തന്നെ പ്രയോഗം വളരെ പ്രധാനമാണ്, അല്ലെ. അപ്പൊ ആ അർത്ഥത്തിൽ ഇന്ദുലേഖയെ കുറിച്ചുള്ള ധാരാളം സംഗതികൾ നമുക്ക് പറയാൻ പറ്റും. ഇന്ദുലേഖയുടെ വിവർത്തനവുമായി ബന്ധപ്പെട്ട് തന്നെ ധാരാളം പഠനങ്ങൾ, കാരണം ഇന്ദുലേഖ തന്നെ ഒരു വിവർത്തനമാണ് എന്നൊക്കെയുള്ള പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അതൊരു അക്ഷരാർത്ഥത്തിലുള്ള ഒരു സംഗതി അല്ല. അപ്പൊ ഇന്ദുലേഖക്കകത്തുള്ള ലോകബോധമായാലും അതൊരു തരം. അപ്പൊ ഇന്ദുലേഖ തിരിച്ച് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതിനെ സംബന്ധിച്ചൊരു പഠനം വളരെ ഗംഭീരമായിട്ടൊരു പഠനം ഉണ്ടായിട്ട് നിൽക്കുക. അപ്പൊ ഇന്ദുലേഖ വിവർത്തനങ്ങളെ കുറിച്ച്, അല്ലെ, ആദ്യകാലത്ത് ഇന്ദുലേഖ വിവർത്തനങ്ങൾ എന്ന് പറയുന്നത് 1890 ഈ അന്നത്തെ മലബാർ കളക്ടറായിരുന്ന ഡ്യൂമർഗിന്റെ ഒരു ആദ്യ വിവർത്തനം ഉണ്ടാവുന്നുണ്ട്, അല്ലെ. ഇന്ദുലേഖ എ നോവൽ ഫ്രം മലബാർ എന്ന് പറയുന്ന വിവർത്തനം ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ആർ ലീലാദേവിയുടെ ഒരു വിവർത്തനം 79 ഉണ്ടാവുന്നുണ്ട്, അല്ലെ. അനിതാ ദേവസിയുടെ വിവർത്തനം ഉണ്ടാകുന്നുണ്ട്, അല്ലെ, ലേറ്റർ പീരീഡിൽ 95 അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇന്ദുലേഖ വിവർത്തനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. ഓക്കെ. സാമൂഹ്യ നോവലുകൾ, ഇന്ദുലേഖയിൽ നിന്നും തുടങ്ങുന്ന സാമൂഹ്യ നോവലുകളുടെ കുറെ നോവലുകളെ നമ്മളൊന്ന് സൂചിപ്പിക്കേണ്ട. ഈ നോവലുകൾക്കകത്ത് പൊതുവായി കാണുന്ന ചില മൂല്യസങ്കല്പങ്ങൾ, അല്ലെങ്കിൽ പ്രമേയ പരിസരങ്ങൾ, ആശയ പരിസരങ്ങൾ എന്ന് നമുക്ക് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ, ഒന്ന് ആധുനിക ലോകബോധം എന്ന് പറയുന്നത്, മറ്റൊന്ന് പാശ്ചാത്യ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, പിന്നെ ക്രമേണ ഒരു ഇന്ത്യൻ മധ്യവർഗം, ഇങ്ങനെ അഭ്യസ്തവിദ്യരായ ഒരു മധ്യവർഗം രൂപം കൊള്ളുന്ന ഒരു സംഗതി. ഈ മധ്യവർഗം ഒരു എഞ്ചിനീയേഴ്സ് ആയിട്ട്, ഒരു പുതിയ ലോകത്തിന്റെ എഞ്ചിനീയേഴ്സ് ആയിട്ട് പണിയെടുക്കുക. അത് ഈ പാരമ്പര്യ സമൂഹങ്ങൾക്കകത്ത് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, ബ്രിട്ടീഷുകാരുമായിട്ട് സന്ധി ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള തലത്തിൽ അവര് ഒരു ആഗോള മലയാളിയായിട്ട് മാറുക തുടങ്ങിയ മറ്റേ മാധവനൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെയൊക്കെയുള്ള ചില പാലം ആയിട്ട് ഒരു കൾച്ചറൽ ഏജൻസി ആയിട്ട് മാറുക, ബ്രിട്ടീഷ് കൊളോണിയൽ ലോകത്തിന്റെ ഒരു കൾച്ചറൽ ഏജൻസി ആയിട്ട് അവർ മാറുക എന്ന് പറയുന്ന ഒരു സംഗതി, അല്ലെ. അതോടൊപ്പം തന്നെ സാമൂഹ്യ ഗണങ്ങൾ പ്രത്യക്ഷപ്പെടുക എന്ന്, ചില പ്രത്യേക സമുദായങ്ങൾ, ജാതികൾ അവിടെ പ്രത്യക്ഷപ്പെടുകയും ആ ജാതി ഘടനയ്ക്കകത്തുള്ള സംഘർഷങ്ങളെ അതുവഴി വെളിവാക്കപ്പെടുകയും ജാതിയും വ്യക്തിയും തമ്മിലുള്ള സംഘർഷങ്ങൾ വെളിവാക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ രണ്ട് ഇരട്ട സ്വഭാവം ഈ പറഞ്ഞ സാമൂഹ്യ ഗണങ്ങളെ കൊണ്ടുവരുമ്പോൾ, ഇന്ന് സാമൂഹ്യ ഗണങ്ങൾക്ക് തമ്മിലുള്ള സംഘർഷം എന്ന് പറയുന്നത്, മറ്റൊന്ന് ജാതിക്കകത്ത് ഉള്ള ചില ജാതി വിമർശനത്തിന്റെ ചില സംഗതികൾ, അല്ലെ. അതിനുശേഷം ഈ പറയുന്ന ജാതി ബദ്ധമായിട്ടുള്ള പരമ്പരാഗത നാടുവാഴിത്ത ജാതിജന്മി നാടുവാഴിത്ത സമൂഹത്തിൽ നിന്ന് ഒരു സിവിലിയൻ സമൂഹത്തിലേക്കുള്ള ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് അതിനകത്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൗരസങ്കല്പം എന്ന് പറയുന്ന ഒന്ന് കടന്നു വരുന്നു.
പാരമ്പര്യത്തെ വെല്ലുവിളിക്കുന്ന കഥാപാത്രങ്ങൾ, വീട് വിട്ടിറങ്ങുന്ന കഥാപാത്രങ്ങൾ, നാട് വിട്ട് ലോകം കാണുകയും ആ ലോകബോധത്തിൽ നിന്നുകൊണ്ട് സ്വന്തം ലോകത്തെ തിരുത്തുകയും ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ രൂപം കൊണ്ടുവന്നിരുന്ന സാമൂഹ്യ സംഘർഷ സ്ഥാനങ്ങളെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഏറ്റവും പ്രധാനമായ സംഗതി മതാധിഷ്ഠിതമായിട്ടുള്ള ഒരു ലോകബോധത്തിൽ നിന്നോ പാരമ്പര്യ ജ്ഞാനത്തിൽ നിന്നോ ഒരു ശാസ്ത്രജ്ഞാന യുക്തി പദ്ധതിയിലേക്കുള്ള ഒരു ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആധുനികീകരണത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് ഈ നോവൽ എന്ന് പറയുന്ന ഒരു രൂപത്തെ മുന്നോട്ട് വെച്ചു എന്നതാണ് ഈ പറയുന്ന കാലഘട്ടത്തിലെ നോവലുകൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് നമുക്ക് പറയാൻ കഴിയാവും. ഇതിന് ബദലായിട്ടാണ്, അല്ലെങ്കിൽ ഇതിന് പാരലായിട്ടാണ്, ബദലായിട്ടാണെന്ന് പറയാൻ പറ്റില്ല, പാരലായിട്ടാണ് നമുക്ക് ഈ പറയാവുന്ന ചരിത്ര നോവലുകൾ കടന്നു വരുന്നത് എന്ന് നമുക്കറിയാം അല്ലെ. സി വി രാമൻ പിള്ളയാണ് അവിടെ ടവറിംഗ് ഫിഗർ ആയിട്ട് അവിടെ നിൽക്കുന്നത് അല്ലെ. സി വി രാമൻ പിള്ളയെ ബന്ധപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ നോവൽ ത്രയം എന്ന് പറഞ്ഞ അല്ലെ, തിരുവിതാംകൂർ രാജ വംശാവലിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരുവിതാംകൂർ സമൂഹത്തിനകത്ത്, തിരുവിതാംകൂർ രാഷ്ട്രീയ സമൂഹത്തിനകത്ത് സംഭവിച്ച ചില അന്തസംഘർഷങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് അദ്ദേഹം, സ്റ്റേറ്റിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ 3 നോവലും രൂപകൽപ്പന ചെയ്തത് എന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ. രാമരാജ മുതൽ കാളിപ്രഭാവകട്ടൻ ധർമ്മരാജയിലെ ഏത് കഥാപാത്രമാണ് ആർക്കെല്ലാം അറിയാവും? ചന്ദ്രക്കാരനാണ് കേട്ടോ. ഓക്കെ, സി ബിയുടെ നോവൽ ത്രയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ, സ്ലൈഡ് ചെറുതായി എന്ന് പറയപ്പെടുന്ന ഒരു അല്ലെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നോവലാണ് അല്ലെ ഈ പറയുന്ന സ്കോട്ടിന്റെ ഐവാൻ ഹോയുടെ ഒരു സ്വാധീനം അതിനകത്ത് ഉണ്ട് എന്നുള്ളതും മാത്രമല്ല, കാൽപ്പനികത എന്ന് പറയുന്ന ഒന്ന് അല്ലെ, റൊമാൻറ്റിസം എന്ന് പറയുന്നത് ഭയങ്കര വൈരുദ്ധ്യ സങ്കീർണമായിട്ടുള്ള ഒരു സങ്കല്പനമാണ് നമുക്കറിയാം. ആ അർത്ഥത്തിൽ കാൽപ്പനികതയുടെ ഒരു ആദ്യ ആഖ്യാനമായിട്ട് കൂടെ നമുക്ക് വേണമെങ്കിൽ നോവലിനകത്ത് ഈ പറയുന്ന ഒരു കാൽപ്പനിക ചരിത്രം എന്ന് പറയുന്നത് അതിനകത്തുണ്ട്. അത് നമ്മൾ പറയുന്ന ഈ ദേശരാഷ്ട്രങ്ങൾ രൂപം കൊള്ളുന്ന റൊമാൻറ്റിക് നാഷണലിസത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുള്ളത് അതൊരു ഭൂതകാല ദേശരാഷ്ട്രത്തെ അത് ഫോക്കസ് ചെയ്യുന്നു എന്ന് പറയുന്നൊരു വ്യത്യാസമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത് അല്ലെ. അതോടൊപ്പം തന്നെ ഈ പറയുന്ന എട്ടുവീട്ടിൽ പിള്ളമാരും ഈ പറഞ്ഞ തമ്പിമാരും നടത്തുന്ന അധികാര വടംവലികൾ അല്ലെ, അതിനെ എങ്ങനെയാണ് ഈ പറയുന്ന യുവരാജാവ് ഈ പറയുന്ന അതിജീവിക്കുന്നത് എന്ന് വിശദീകരിക്കുന്ന മാർത്താണ്ഡവർമ്മ എന്നുള്ള ഒരു നോവൽ കുറേയൊക്കെ അതിൻ്റെ ഒരു നോവലിന്റെ ഒരു പ്രൈമറി ഫോം എന്നൊക്കെ പറയാൻ കഴിയാവുന്ന, പ്രൈമറി ഫോം എന്നൊക്കെ പറയാവുന്ന സംഗതിയാണ് മാർത്താണ്ഡവർമ്മ എന്നും. അദ്ദേഹത്തിന്റെ ഈ ഒരു ആഖ്യായികാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ ഭാവന ശേഷിയുടെയും ശക്തി നമുക്ക് കാണാൻ കഴിയാവുന്ന ധർമ്മരാജയിലൂടെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ധർമ്മരാജയ്ക്ക് ശേഷം വളരെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അല്ലെ 1913 ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം അവിടെ ധർമ്മരാജ കാർത്തിക തിരുനാളിന്റെ ആ ഒരു കാലത്തെ സംഭവങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാവുന്നത് അല്ലെ. ഇപ്പൊ ഈ പറയുന്ന രാജാ കേശവദാസൻ എന്നൊക്കെ പറയുന്ന സി വിക്ക് കുടുംബ ബന്ധം തന്നെയുള്ള അല്ലെ, പിന്നീട് അടുത്ത നോവലിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന ഒരു ദിവാൻ എന്ന് പറയുന്ന, അതോടൊപ്പം ഈ പറഞ്ഞ ബ്യൂറോക്രസി എന്ന് പറയുന്ന രാജാവിന് പകരം ബ്യൂറോക്രസി എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ ശക്തമായിട്ടൊക്കെ ഈ നോവലുകളിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ തിരുവിതാംകൂറിന്റെ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം പറയാനുള്ള ഒരു ശ്രമമാണ് അതിൽ 3 ഖണ്ഡങ്ങളായി പറയുകയും അത് യഥാർത്ഥത്തിൽ സ്റ്റേറ്റിനോട് രാജകുടുംബത്തോട് എന്നതിനേക്കാൾ സ്റ്റേറ്റിനോട് പലതരത്തിൽ പ്രവർത്തിച്ചും പ്രതിവർത്തിച്ചും നിൽക്കുന്ന ഗണങ്ങളെ, പലതരം സാമൂഹ്യ ഗണങ്ങളെ, കുടുംബങ്ങളെ, സ്വരൂപങ്ങളെയാണ് അദ്ദേഹം ആവിഷ്കരിച്ചത് എന്ന് പറയാം. കുടുംബങ്ങളേക്കാൾ സ്വരൂപങ്ങളാണെന്ന് പറയാൻ പറ്റും. അത് ഈ പറയുന്ന ഹിന്ദു സമുദായം മാത്രമല്ല, അതിനകത്ത് മുസ്ലിം സമൂഹവും അതിനകത്ത് കടന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ, ഗ്രാമീണ സമൂഹം മാത്രമല്ല കാട്ടിൽ വസിക്കുന്നവരും അതിനകത്ത് വരുന്നുണ്ട്. ഇങ്ങനെ ഈ രീതിയിൽ ഈ പറയുന്ന സ്റ്റേറ്റുമായിട്ടുള്ള അവരുടെ ബന്ധത്തെ റീഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ റീഇൻഫോഴ്സ് ചെയ്യുക, അങ്ങനെ പല പ്രവർത്തനങ്ങൾ അതിനകത്ത് ഈ നോവലിനകത്ത് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ബദൽ ദേശരാഷ്ട്ര സങ്കല്പമാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. അതായത് ഈ യൂറോപ്യൻ ആധുനികത മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആധുനിക സ്റ്റേറ്റ് എന്നുള്ള സങ്കല്പത്തിന് അപ്പുറത്തേക്ക് മറ്റൊരു ലോയലിറ്റിയിലൊക്കെ മറ്റൊക്കെ ഊന്നുന്ന
അല്ലെങ്കിൽ ഈ സേവകത്വത്തിലൂന്നുന്ന ഒരു തരം ഒരു രാജ്യസങ്കല്പം അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അത് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു വലിയ സംഗതിക്കകത്ത് എന്താ പറയാ കീഴ്പ്പെട്ട് നിൽക്കുന്ന മനുഷ്യർ അതിനകത്ത് നായകന്മാരായും ദുരന്ത നായകന്മാരായും പ്രതിനായകന്മാരായിട്ടും ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ സ്റ്റേറ്റിന്റെ സ്വത്വം എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ സ്വത്വത്തിന് പുറത്തുള്ളവരും സ്വത്വത്തിനകത്ത് തന്നെയുള്ള സംഘർഷങ്ങളും ആവിഷ്കരിക്കുക. അതിനകത്ത് സ്വത്വ സംഘർഷങ്ങൾക്കകത്ത് ചില ആളുകൾ സ്റ്റേറ്റിന് പുറത്തുള്ളവരുമായിട്ട് സന്ധി ചെയ്തുകൊണ്ട് സ്റ്റേറ്റിനെ വഞ്ചിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുവരുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ അത് ഒരു ബദൽ ദേശരാഷ്ട്ര സങ്കല്പം മാത്രമല്ല, ഒരു ബദൽ നോവൽ സങ്കല്പം കൊണ്ടുവരുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ എന്തായാലും അങ്ങനെ സമുദായം എന്ന് പറയുന്ന ഒരു സംഗതി, നായർ മഹാകാവ്യം എന്ന് പറയുമ്പോൾ അതുകൂടെ വളരെ പ്രധാനമാണ്. ഒരു പക്ഷേ സമുദായ കേന്ദ്രിതമായിട്ട് തന്നെയാണ്, ഈ സമുദായ കേന്ദ്രിതമായിട്ടാണ് എങ്ങനെയാണോ ചന്തുമേനോൻ തന്റെ നോവലുകളെ സമുദായ കേന്ദ്രിതമായിട്ട് സമീപിച്ചത്, അതുപോലെ തന്നെയാണ് ഒരർത്ഥത്തിൽ CVയും അങ്ങനെ ചെയ്യുന്നത്. ഈ സമുദായ കേന്ദ്രിതമായിട്ടുള്ള സമീപനത്തിൽ നിന്ന് സമൂഹ കേന്ദ്രിതമായിട്ടുള്ള ഒരു സമീപനത്തേക്കുള്ള ഒരു മാറ്റത്തെയാണ് നമ്മൾ നവോത്ഥാന നോവൽ എന്ന് പറയുന്നത്. അപ്പൊ CVയും യഥാർത്ഥത്തിൽ അങ്ങനെ ചരിത്ര നോവൽ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ചരിത്രം എന്ന് പറയുന്നത് സമുദായങ്ങൾ സൃഷ്ടിച്ച സാമൂഹ്യ പ്രക്രിയയാണ് എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ ചരിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഐതിഹ്യങ്ങളും ചരിത്രവും ഇടകലർന്നു വരുന്നുണ്ട്. അതിനകത്തുള്ള തെളിവുകൾ അന്വേഷിച്ചിട്ടാണ്. അപ്പോൾ ഈ പറയുന്ന കുളിപ്പാൻകുളുമായി ബന്ധപ്പെട്ട രൂപകഥകളായാലും ഇങ്ങനത്തെ പല കാര്യങ്ങളും അതിനകത്ത് കൽപ്പിത കഥാപാത്രങ്ങളായാലും അടിസ്ഥാനപരമായിട്ട് അവിടെ ചരിത്രം എന്നതുകൊണ്ട്, ചരിത്ര നോവൽ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന സമുദായങ്ങൾ, സമുദായങ്ങൾ നിരവധി കാലഘട്ടങ്ങളിലൂടെ ഒരു സ്ഥലത്തെ അധികാര പ്രക്രിയക്കകത്ത് നടത്തിയ ഇടപെടലുകളുടെ ഈ പറയുന്ന ഭാവനയും ചരിത്രാനുഭവവും ഒക്കെ ചേർത്ത് കൊണ്ടുള്ള ആഖ്യാനങ്ങളെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ കൽപ്പിതമേത് വാസ്തവികമേത് എന്നുള്ള തരംതിരിക്കലിന് വലിയ അല്ലെങ്കിൽ പ്രസക്തിയൊന്നും ഇല്ല എന്നുള്ളതാണ്. അത് ഒരു തരം ജനതയുടെ സ്മരണയ്ക്കകത്തുള്ള അല്ലെങ്കിൽ CVക്കകത്തുള്ള എന്താ പറയാ ഒരു ചരിത്രാനുഭവം അല്ലെങ്കിൽ ഭാവനാ ചരിത്രം ആണ് ഇതിനകത്തെ ചരിത്രം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ചരിത്ര നോവലുകൾ, ചരിത്ര സന്ദർഭങ്ങളെ ആഖ്യാനം ചെയ്യുന്ന നോവലുകൾ എന്ന അർത്ഥത്തിലല്ല നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നതിനോട് വളരെ പ്രധാനമാണ്. അഥവാ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നോവലുകളും ആ അർത്ഥത്തിൽ ചരിത്ര ആഖ്യാനങ്ങൾ തന്നെയാണ് എന്ന് കാണാൻ കഴിയും. തിരിച്ച് എല്ലാ നോവലുകളും സ്ഥലാഖ്യാനങ്ങളാണ് എന്ന് നമ്മൾ പിന്നീട് പറയുന്നത്. അപ്പൊ സ്ഥലത്തിന്റെയും ചരിത്രത്തിന്റെയും ആഖ്യാനങ്ങൾ എന്ന രീതിയിൽ തന്നെ നമുക്ക് മലബാറിലെ ഒരു സവിശേഷമായ സ്ഥലത്തെ സാമൂഹിക പ്രസിദ്ധിയെ ചിത്രീകരിക്കുന്ന ഇന്ദുലേഖയും അതുമായി ബന്ധപ്പെട്ട നോവലുകളായാലും തിരുവിതാംകൂറിനെ കേന്ദ്രീകരിച്ചുള്ള നോവലുകളായും ഈ സ്ഥലാഖ്യാനങ്ങളായിട്ട് കൂടി പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്ന രൂപകം എങ്ങനെയാണെന്നുള്ളത്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ നോവലുകളെ കുറിച്ചൊക്കെ നമുക്ക് പറയാവുന്ന പോലെ പ്രതിപാത്രം, ഭാഷണഭേദം പോലുള്ള ചില പ്രത്യേകതകൾ, അല്ലെ ഓരോന്നിന് ക്യാരക്ടറൈസേഷന്റെ ശക്തി എന്ന് പറയുന്നത്, ചെറിയ ചെറിയ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാവുന്നു, കൽപ്പിത കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാവുന്നു, നായക കഥാപാത്രങ്ങളെക്കാൾ ഉപകഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് പ്രതിനായക കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാവുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ CVയുടെ നോവലുമായി ബന്ധപ്പെട്ട് നമുക്ക് പൊതുവായി പറയാൻ കഴിയാവുന്ന കാര്യമാണ്, അല്ലെ. അപ്പോൾ ഈ ചരിത്ര നോവലുകളുടെ പൊതുവായ സംഗതി എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ഭൂതകാലം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഉണ്ടാക്കിയ കൺസ്ട്രക്ട് ചെയ്തെടുത്തൊരു ഭൂതകാലം എന്ന് പറയുന്ന അർത്ഥത്തിലാണ്, യഥാർത്ഥ ഭൂതകാലം എന്നുള്ള അർത്ഥത്തിലല്ല. അത് നിലനിൽക്കുന്ന സാമൂഹ്യ അല്ലെങ്കിൽ സമകാലിക ഭരണ രാഷ്ട്രീയ വ്യവസ്ഥയോടും അതിനകത്തുള്ള എന്താ പറയാ നമ്മുടെ കീഴ്നിലകളോടുമുള്ള ഒരു വിമർശനമായിട്ടോ അല്ലെങ്കിൽ അതിനോടുള്ള പ്രതിഷേധമോ പ്രതിരോധമോ ആയിട്ടാണ് ഈ ഒരു ഭൂതകാലത്തിന്റെ പുനർനിർമ്മിതി എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെ. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കേരളീയ ആഖ്യാന പാഠങ്ങളെ നോവലിലേക്ക് ഇണക്കി ചേർക്കാനുള്ള ഈ ക്ലാസിക് കൃതികളെയൊക്കെ പലതരത്തിൽ ഇണക്കി ചേർത്ത് നമുക്ക് കാണാൻ കഴിയും CVയുടെ നോവലുകളിലൊക്കെ. ജാതിലിംഗ ബോധ്യങ്ങളുടെ കാലാതീതമായ സന്നിവേശം എന്ന് പറയുന്നു ഈ പറയുന്ന ഇതിനകത്തുള്ള അതിന്റെ ചില ടൈപ്പുകളായിട്ട് അതിനെ കൊണ്ടുവരിക എന്ന് പറയുന്ന ചില രീതികൾ, അല്ലെ. അതോടൊപ്പം തന്നെ ഈ വീരനായക സങ്കല്പത്തിനകത്തുണ്ടാകുന്ന ഒരു വ്യത്യാസം, വീരനായകൻ അവിടെ കടന്നു വരുന്നെങ്കിൽ കൂടിയും അതിനൊരു പുതിയ പരിവേഷം നൽകുക എന്ന് പറയുന്നത്, അല്ലെ. പിന്നെ നോവലും ദേശീയതയും തമ്മിൽ ഉള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു തരം മറ്റൊരു ദേശീയതയെ ഒരു കാൽപ്പനികമായ ഒരു ദേശീയതയ്ക്കകത്ത് അതിനെ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, അതിന്റെ ഭാഷാപരമായ വൈവിധ്യം, ഇങ്ങനെയുള്ള പല തലങ്ങളിൽ നമുക്ക് CVയുടെ ചരിത്ര നോവലുകളെയും നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയും. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തെ നമുക്ക് അങ്ങനെ സാമൂഹ്യ നോവലിന്റെയും ചരിത്ര നോവലിന്റെയും രണ്ട് ഘട്ടങ്ങളായി പറയുകയാണെങ്കിൽ, തൊട്ടടുത്തുള്ള ഒരു ഘട്ടം എന്ന് നമ്മൾ പറയുന്നത് 40കൾ തൊട്ട് ഏതാണ്ട് 60കൾ വരെ വരുന്ന നോവൽ നവോത്ഥാന ഘട്ടമാണ്. ഓക്കെ, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വലിയ സാമൂഹ്യ മാറ്റങ്ങളുടെ ഒരു ഘട്ടമാണ്. കേരളീയ ആധുനികതയുടെ ഒരു രണ്ടാം
ഘട്ടം എന്ന് നമുക്ക് പറയാൻ കഴിയാവുന്ന ഈ ഘട്ടത്തിനകത്ത് സാമുദായിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും തൊഴിലാളി വർഗ കർഷക പ്രസ്ഥാനങ്ങളും ഒക്കെ കടന്നു വന്നിട്ട് ഉള്ള വലിയ സാമൂഹ്യ പരിണാമങ്ങളിലൂടെയും സ്വാതന്ത്ര്യ അഭിലാഷങ്ങളിലൂടെയും കേരളം പൂർണ്ണമായും പുനഃസംഘാടനം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിനകത്തുള്ള വലിയ സാമൂഹികമായ പ്രതീക്ഷകളുടെ പ്രതിഫലനമായിട്ടോ അല്ലെങ്കിൽ ആ പ്രതീക്ഷകളുടെ ഒരു 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 എന്താ പറയാ മുന്നൊരുക്കമായിട്ടോ അല്ലെങ്കിൽ ഒക്കെയാണ് പലപ്പോഴും ഈ പറയുന്ന നോവലുകൾ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോഴേക്കും ഈ പറയുന്ന നോവലുകൾ വലിയ അർത്ഥത്തിൽ പ്രചാരണപരമായ ആയുധങ്ങളായിട്ട് മാറുന്നുണ്ട്. സംഭവപ്രധാനമായ CVയുടെ നോവലിൽ നിന്നൊക്കെ മാറിയിട്ട് സന്ദേശപ്രധാനമായ നോവലുകളിലേക്ക് അതൊക്കെ പലപ്പോഴും മാറുന്നുണ്ട്. പ്രചാരണപരമായ സ്വഭാവത്തിലേക്ക് അത് മാറുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മയുണ്ടാവണം. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിനകത്ത് എങ്ങനെയാണ് ഈ നോവലിന്റെ വ്യത്യാസത്തെ അത് ഉണ്ടാക്കിയെടുത്തത് എന്നതിനെ സംബന്ധിച്ചൊരു കാര്യം പറയാം. നവോത്ഥാന കാലത്തിനകത്ത് ഈ പറഞ്ഞ 40 തൊട്ട് 60 വരെയുള്ള ഒരു കാലഘട്ടത്തിനകത്ത് ഈ പുതിയ നോവലുകളെ മുഴുവൻ സ്വാധീനിച്ച് നേരത്തെ പറയാവുന്ന പോലെ പാശ്ചാത്യ യൂറോപ്യൻ എന്ന് നമുക്ക് കൃത്യമായി പറയാവുന്ന ക്ലാസിക്കുകൾ എന്ന് പറയാവുന്ന ബൃഹത് നോവൽ ഒരു പക്ഷേ സാഹിത്യാഖ്യാനത്തിന്റെ രാജപാതയായി മാറിയ ഒരു ആഗോള സാഹചര്യത്തിൽ ഈ നോവലുകൾ വായിച്ചു വളർന്ന ഒരു വലിയ തലമുറയാണ് മലയാള നോവലിൽ ഈ ബ്രിട്ടീഷ് നോവലുകളുടെ പാരമ്പര്യത്തിൽ അതിനെ പൊളിച്ചെഴുതിക്കൊണ്ട് ഒരു ലോക മാതൃക മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ നോവലുകളെ സൃഷ്ടിച്ചെടുത്തതെന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടെയാണ് ഈ പാവങ്ങൾ ഇപ്പൊ നമ്മൾ ആഘോഷിക്കുകയാണ്. അതിന്റെ വിവർത്തനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആഘോഷങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം അല്ലെ. ഇപ്പൊ പാവങ്ങളുടെ 100 വർഷങ്ങൾ എന്ന് പറയുന്നത് ഈ മലയാള നോവലിനെ യഥാർത്ഥം നിർമ്മിച്ചെടുത്തത് ഈ ഒരു വിവർത്തനമാണ്. പാവങ്ങളുടെ വിവർത്തനത്തെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ അന്ന് ഉണ്ടാവുകയും ഒക്കെ അറിയാം. ഇപ്പൊ മണിക്കടയും മറ്റൊക്കെ സംഗതികളുണ്ടെങ്കിൽ കൂടി അടിസ്ഥാനപരമായത് നിർവഹിച്ച ഒന്ന് മലയാളം അതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു വ്യാഖ്യാനത്തെ അത് സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു വലിയ നീണ്ടകാലത്തെ സാമൂഹ്യ ചരിത്രം എങ്ങനെയാണ് നോവലായി മാറുക, ഏറ്റവും അതിസാധാരണക്കാരും നിന്ദിതരും പീഡിതരുമായിട്ടുള്ള മനുഷ്യ കഥാനുഗായികളായിട്ട് എങ്ങനെയാണ് നോവൽ മനുഷ്യനെ എങ്ങനെ മൂവ് ചെയ്യിക്കാൻ, നോവലിനെ കൊണ്ട് മനുഷ്യനെ എങ്ങനെ വൈകാരികമായി മൂവ് ചെയ്യിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട. അപ്പൊ നമ്മുടെ നോവൽ സങ്കല്പത്തെ മുഴുവൻ മാറ്റിമറിക്കുകയും ഈ നോവലിസ്റ്റുകളെയൊക്കെ പൊതുവായി സ്വാധീനിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ പാവങ്ങളുടെ വിവർത്തനമാണെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ യൂറോപ്യൻ ഇപ്പൊ മോപ്പസാങ്ങിന്റെയും അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെക്കോവിന്റെ ഇവിടെയൊക്കെ റഷ്യൻ നോവലുകളായാലും അല്ലെ, അല്ലെങ്കിൽ ബൽസാക്കിന്റെയും ഒക്കെയുള്ള ഈ പറയുന്ന ഫ്രഞ്ച്, ജർമ്മൻ, റഷ്യൻ നോവലുകളുമായിട്ടുള്ള വിപുലമായ പരിചയം അതൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് അന്ന് ഒരു ആചാര്യ ഒരു വലിയ ജ്ഞാനപ്രഭാവത്തോടു കൂടി അന്ന് പ്രവർത്തിച്ചിട്ടുള്ള കേസരി എന്ന് പറയുന്ന ഒരു വലിയ നിരൂപകന്റെ പത്രപ്രവർത്തകന്റെ ഒരു വലിയ സ്വാധീനം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു. തകഴി അടക്കമുള്ള ആളുകളെ ഈ പുതിയ നോവലിലേക്ക് കൊണ്ടെത്തിക്കുന്നത് കേസരിയാണ് എന്ന് നമുക്കറിയാം അല്ലെ. മാത്രമല്ല പദ്യത്തിന് പകരം ഗദ്യത്തെ വെക്കുക എന്ന് പറയുന്ന ചരിത്രപരമായ ഒരു ദൗത്യം നിർവഹിച്ച ആൾ കൂടിയാണ് കേസരി എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ആ ഘട്ടത്തില് ഈ പറയുന്ന ശാസ്ത്ര രംഗത്ത് ഉണ്ടായ പുതിയ പുതിയ മാറ്റങ്ങൾ, റിയലിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ പറയുന്ന ഒരുതരം ശാസ്ത്രയുക്തിയിലേക്ക്, റാഷണലിസത്തിലേക്കുള്ള ലോകത്തിന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് അല്ലെ. പിന്നെ മറ്റൊന്ന് ഈ പറയുന്ന ജീവിതത്തിന്റെ കീഴ്നിലങ്ങളെ അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങളെ വർഗപരമായി കാണുന്ന ഒരു രീതി എന്ന്, സമുദായപരമായി കാണുന്ന, വർഗപരമായി കാണുക എന്ന് പറയുന്ന ഒരു വർഗ വൈരുദ്ധ്യങ്ങളെ കാണുകയും അതിനെ മൂർച്ഛിപ്പിക്കുന്ന തരത്തിൽ നോവലിനെ ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന സാധനം അല്ലെ. ഈ മനുഷ്യനെയും ഈ പറയുന്ന സമൂഹത്തെയും നോവലിന്റെ കേന്ദ്രത്തിലേക്ക് പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണലിസ്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ദേശീയതയുടെ ഒരു തരം രാഷ്ട്രീയ സ്വാധീനം അതിനകത്ത് വരുന്നുണ്ട്. ഈ കർഷക തൊഴിലാളി പ്രസ്ഥാനം, പുന്നപ്ര വയലാർ സമരം, ഇങ്ങനെയുള്ള ഒരുപാട് ഇതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഈ പറയുന്ന കേശവദേവ് അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന അതിന്റെ പ്രവർത്തകരായി മാറുകയും ഈ തൊഴിലാളികളെ സംഘടിപ്പിക്കുക, ആദ്യകാലത്ത് തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്ത് നടത്തിയ ആളുകളാണെന്ന് നമുക്കറിയാം. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഈ പറയുന്ന ഒരു സംഗതിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സാഹിത്യകാരന്മാർക്ക് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിലൂന്നുകയും സാഹിത്യത്തെ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക, സാമൂഹ്യ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക തുടങ്ങിയ ചില ആദർശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചില മൂവ്മെന്റുകൾ അവിടെ ഉണ്ടാകും. ജീവൽ സാഹിത്യ പ്രസ്ഥാനം പോലെ, പിന്നെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനമൊക്കെ മാറി അത്തരം ചില സാമൂഹ്യ പരിവർത്തനത്തിന് ഉതകുന്നതാകണം സാഹിത്യം തുടങ്ങിയ ചില സങ്കല്പങ്ങൾ ഉണ്ടാവുന്നു. അതിനൊക്കെ അപ്പുറം ഈ പറയുന്ന
കേരളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബൃഹത് ദേശസങ്കല്പങ്ങൾക്ക് അപ്പുറം ചെറിയ ചെറിയ ദേശങ്ങളിൽ പ്രാദേശിക ജീവിതം എന്ന് പറയുന്നത്, ആ പ്രാദേശിക ജീവിതത്തിന്റെ ഒരു ജൈവ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആവിഷ്കരിക്കുന്ന രീതിയിൽ ചില പ്രത്യേക തിണകള്, ചില പ്രത്യേക സ്ഥലങ്ങളുടെ ആഖ്യാനമായിട്ട് അത് മാറുന്നു എന്ന് പറയുമ്പോൾ, ആ സ്ഥലങ്ങൾക്കകത്തുള്ള സാമൂഹ്യ സംഘർഷങ്ങൾ, ആ സാമൂഹ്യ സംഘർഷങ്ങൾ എങ്ങനെയാണ് ഒരു സ്ഥലത്തെ മാറ്റിയെടുക്കുന്നത്, അങ്ങനെയുള്ള ചില ആഖ്യാനങ്ങൾ അവിടെ കടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പൊതുസമൂഹം രൂപപ്പെടുന്നുണ്ട്, ഒരു പൊതുമണ്ഡലം, വായനയുടെ ഒരു പൊതുമണ്ഡലം രൂപപ്പെടുന്നതിന് പാരലായിട്ടാണ് സംഭവിക്കുന്നത്. ഒരു പൊതു സാമൂഹികതയുടെ ഒരു കടന്നുവരവുണ്ട്. ആ സാമൂഹികതയ്ക്കകത്ത് ഓരോരുത്തരെയും പ്ലേസ് ചെയ്യുന്ന ശ്രമങ്ങൾ, പഴയ ജാതി ശ്രേണികളിൽ നിന്ന് മാറിയിട്ട് പുതിയ സാമൂഹ്യ ശ്രേണികളിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ചില പ്രശ്നങ്ങൾ അതിനകത്ത് കടന്നു വരുന്നുണ്ട്. മുതലാളിത്തത്തോടുള്ള വിമർശനം ശക്തമായിട്ട് കടന്നു വരുന്നുണ്ട്. കേരളീയ നവോത്ഥാനം പരാജയപ്പെട്ടു പോയ ഇടങ്ങളെ ചെറുതായിട്ട് അത് അഡ്രസ് ചെയ്യുന്നുണ്ട്. അടിസ്ഥാനപരമായി സാമൂഹ്യ നീതി എന്ന് പറയുന്നത്, മനുഷ്യനീതിയും സാമൂഹ്യ നീതിയും അത് വളരെ പ്രധാനപ്പെട്ട, അങ്ങനെ മനുഷ്യനെ കേന്ദ്രത്തിൽ നിർത്തിക്കൊണ്ടാണ്, ബഷീറടക്കമുള്ള ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യനെ കേന്ദ്രത്തിൽ നിർത്തിക്കൊണ്ടാണ് ഈ ആഖ്യാനങ്ങളൊക്കെയും നിർവഹിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ആ അർത്ഥത്തിലാണ് അത് റിയലിസം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വരുന്നത്. അത് കേവലം ഒരു ആഖ്യാന തന്ത്രം എന്ന നിലയ്ക്കല്ല, മറിച്ച് അടിസ്ഥാനപരമായിട്ട് അത് അതിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന നിലയ്ക്കാണ് ഈ പറയുന്ന കാലഘട്ടത്തിൽ പലതരം റിയലിസങ്ങൾ, അത് സോഷ്യലിസ്റ്റ് റിയലിസം ആവാം, റൊമാൻറ്റിക് റിയലിസം ആവാം, പലതരം റിയലിസങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഘട്ടമായിട്ട് ഈ നവോത്ഥാന ഘട്ടത്തെ നമുക്ക് കാണാൻ കഴിയും. ഒരു നവോത്ഥാന ഘട്ടം കൂടെ ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ച് മറ്റ് നമുക്ക് വൈകിട്ട് ഇതിനകത്ത് പ്രധാനപ്പെട്ട ചില എഴുത്തുകാരെ കുറിച്ച് നമ്മൾ ഒന്ന് നോക്കുമ്പോൾ, അല്ലെ, കേശവദേവാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അല്ലെ, കേശവദേവ് വലിയ അന്നുണ്ടായിരുന്ന മുഴുവൻ രാഷ്ട്രീയ എന്താ പറയാ സംഘർഷങ്ങളിലൂടെയോ അല്ലെങ്കിൽ സന്ദർഭങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ഒരാളാണ്. ആര്യ സമാജത്തിലൂടെയൊക്കെ കടന്നുപോയി, അല്ലെ, പിന്നീട് യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് തൊഴിലാളി വർഗ പ്രസ്ഥാനം. അപ്പൊ അങ്ങനെ ഈ ഒരു ആശയ ലോകത്തും ഈ സാമൂഹ്യ പ്രവർത്തന ലോകത്തും ഒരുപോലെ പ്രവർത്തിച്ച ഒരാളായിരുന്നു എന്ന് നമുക്കറിയാം. അല്ലെ, എന്തിനോടും കലഹിക്കുന്ന അല്ലെങ്കിൽ എതിർപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു എന്നറിയാം. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന പ്രമേയങ്ങൾ നോക്കിക്കഴിഞ്ഞാലും, ഈ നോവലുകൾ പ്രമേയങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയുള്ള ഒരു എഴുത്തിനെ ഒരു സാമൂഹ്യ ഉപകരണമായി ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി, അതിന്റെ ഭാഗമായിട്ടാണ് വർഗസങ്കല്പം എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിൽ ഉറപ്പിക്കുക എന്ന് പറയുന്ന പണി ആദ്യമായിട്ട് ചെയ്ത ഒരാൾ കൂടിയാണ്. ഈ അടിസ്ഥാന വർഗ ജീവിതം, അല്ലെ, ഈ പറയുന്ന തൊഴിലാളി പ്രസ്ഥാനങ്ങളെ ഒക്കെ, ഈ പറയുന്ന പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ പുതിയ തൊഴിൽ എടുക്കുന്ന കുറെ മനുഷ്യർ, അത് റിക്ഷ വലിക്കുന്നവരായാലും തൊട്ടിപ്പണി എടുക്കുന്നവരായാലും, അല്ലെ, അങ്ങനെയൊക്കെയുള്ള പലതരം ആളുകളെ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് അന്നത്തെ ഈ പറയുന്ന നോവലിസ്റ്റുകൾ മാറുന്നുണ്ട്. അല്ലെ, അപ്പോ പപ്പുവിനെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഓടയിൽ നിന്ന് ആ അർത്ഥത്തിലാണ്. അപ്പൊ അവിടെ മുതലാളിത്തത്തിന്റെ ഒരു പുതിയ സൗവർണ മുഖവും അതിനകത്തുള്ള ഒരു മനുഷ്യവിരുദ്ധതയോ അല്ലെങ്കിൽ അത്തരം ചില സാധനങ്ങളൊക്കെ അതിനകത്ത് ആവിഷ്കരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. ഒരു ഇൻഡിവിജ്വലിന്റെ സ്ട്രഗിൾ എന്ന് പറഞ്ഞ, ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞ സാധനം അതിനകത്ത് വലിയ രീതിയിൽ അത് കൊണ്ടുവരുന്നുണ്ട്. അല്ലെ, അപ്പൊ ആ അർത്ഥത്തിൽ സാമൂഹ്യ പ്രശ്നങ്ങളെ പ്രമേയവൽക്കരിക്കുക എന്ന് പറഞ്ഞ സാധനം, സാമൂഹ്യ വിപ്ലവം എന്ന് പറയുന്ന ഒരു ആശയം, ഇതൊക്കെ വളരെ പ്രബലമായ കൃതികളാണ് അദ്ദേഹത്തിന്റെ. അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളായിട്ട് നമുക്ക് പറയാൻ കഴിയാവുന്ന 3 കൃതികളാണ് പൊതുവെ പറയാലോ. ഓടയിൽ നിന്ന് എന്ന് പറയുന്ന, അല്ലെ, 42 വന്ന കൃതിയുണ്ട്. അല്ലെ, ഭ്രാന്താലയം എന്ന് പറയുന്ന കുറച്ചുകൂടെ വിശാലമായ ക്യാൻവാസിൽ എഴുതപ്പെട്ട 49 കൃതിയുണ്ട്. അയൽക്കാർ എന്ന് പറയുന്ന, അല്ലെ, പിന്നീട് വേണമെങ്കിൽ തകഴിയുടെ കയറിന്റെ ഒക്കെ ഒരു പൂർവ്വ മാതൃകയായിട്ടൊക്കെ നമുക്ക് പറയാവുന്ന കുറച്ചുകൂടെ സങ്കീർണമായ സാമൂഹ്യ പ്ലോട്ടുകൾ കടന്നു വരുന്ന കൃതിയാണ് അയൽക്കാർ എന്ന് പറയുന്ന കൃതി എന്ന് നമുക്കറിയാം. അല്ലെ, അപ്പൊ അങ്ങനെയുള്ള ഈ പറയുന്ന 3 കൃതികളും പലതരം, അല്ലെങ്കിൽ പിന്നെ നടി എന്ന് പറയുന്ന നോവലുകൾ, ഈ പറയുന്ന എന്താ പറയാ നാടക ലോകത്ത് അത്തരം ചില പ്രശ്നങ്ങളെ, നാടകവേദിയിലെ ചില സംഗതികൾ കൈകാര്യം ചെയ്യുന്നത്, ഇന്ത്യ വിഭജനവും അല്ലെങ്കിൽ വർഗീയ ലഹളയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഭ്രാന്താലയം എന്ന് പറയുന്ന ഒരു നോവൽ, ഈഴവ ക്രിസ്ത്യൻ സംഘർഷങ്ങളെയോ അല്ലെങ്കിൽ അത്തരം സാമൂഹ്യ ജീവിതമോ ഒക്കെ ആവിഷ്കരിക്കുന്ന, തിരുവിതാംകൂറിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ പറയുന്ന മറ്റേ അയൽക്കാർ എന്ന് പറയുന്ന നോവലായാലും, ഈ നോവലുകളൊക്കെയും ഇപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പൊതുവെ മലബാറിലാണ് ഈ പറയുന്ന നോവലിന്റെ മറ്റു സംഗതികൾ, മലബാറിലെ സാമൂഹ്യ ജീവിതം തൽക്കാല സമകാലിക സാമൂഹ്യ ജീവിതത്തിന് ബദലായിക്കൊണ്ട് ഈ പറയുന്ന തെക്കൻ കേരളത്തിലെയോ അല്ലെങ്കിൽ അപ്പുറത്തെ കേരളത്തിന്റെ ഒരു സാമൂഹ്യ ജീവിതത്തെയാണ് പ്രധാനവും ദേവ് ആവിഷ്കരിച്ചത് എന്ന് നമുക്കറിയാൻ പറ്റും. തകഴി നമുക്കറിയാവുന്നതുപോലെ ദേവിനേക്കാൾ നീണ്ടകാലം എഴുതുകയും ബൃഹത് കൃതികൾ നമുക്ക് സംഭാവന ചെയ്യുകയും ചെയ്തയാളാണ് തകഴി എന്നറിയാം. അല്ലെ, ധാരാളം
നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 20-ലധികം നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മോപ്പസാങ്ങിന്റെ കേരള മോപ്പസാങ് എന്നൊക്കെ പറയുന്ന രീതി അല്ലെ, മോപ്പസാങ്ങിന്റെ സ്വാധീനം ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലെ. കേസരി ശിക്ഷണം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സമൂഹം പ്രധാന കഥാപാത്രമായിട്ട് വരിക, അടിസ്ഥാന ജീവിത സംഘർഷങ്ങൾ ഉണ്ടാവുക, ഈ പറയുന്ന പല പല സ്ഥലഭൂമികകളെ അടയാളപ്പെടുത്തുക അല്ലെ, കേരളത്തിന്റെ പല പല സ്ഥല ദേശരാശികളെ അടയാളപ്പെടുത്തുന്ന രീതി എന്ന് പറയുന്നത് അല്ലെ. ഈ പറയുന്ന ഇടനാടിനപ്പുറമുള്ള ചില ലോകങ്ങൾ അല്ലെ, പ്രത്യേകിച്ച് നമ്മുടെ തീരപ്രദേശത്തെ ജീവിതം ആവിഷ്കരിക്കുക അല്ലെ. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാന ആശയങ്ങൾ കൃതിയിലേക്ക് കൊണ്ടുവരുന്ന അല്ലെ, രണ്ടിടം കഴിവുള്ള കൃതികൾ എഴുതുക അല്ലെ. അങ്ങനെ ആ രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ വലിയൊരു നോവൽ പ്രപഞ്ചമാണ്. ആ നോവൽ പ്രപഞ്ചം നമ്മൾ നോക്കി കാണുകയാണെങ്കിൽ പക്ഷേ ഈ ലോകം കൊണ്ടാടിയ അല്ലെ എന്ന് വെച്ചാൽ മലയാളത്തിൽ നിന്ന് ഉള്ള ഒരു വിശ്വ നോവലിസ്റ്റ് എന്നൊക്കെ രീതിയിൽ അദ്ദേഹം വിശേഷിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം. അപ്പൊ ആ അർത്ഥത്തിൽ അദ്ദേഹം ഏണിപ്പടികൾ എന്ന് പറയുന്ന ഒരു നോവലിനകത്താണെങ്കിൽ ഈ ബ്യൂറോക്രസി എന്ന് പറയുന്ന ഒരു സംഗതി, തിരുവിതാംകൂർ രാഷ്ട്രീയ ചരിത്രം അല്ലെ, അതിന്റെ ബ്യൂറോക്രസിയുടെ ഒരു വികാസം, അതെങ്ങനെയാണ് ഈ വ്യക്തികളെ സ്വാധീനിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു 1027 കാലത്തെ 27 വർഷക്കാലത്തെ തിരുവിതാംകൂറിന്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തെ കേന്ദ്രീകരിച്ചുള്ള ഏണിപ്പടികൾ ഉള്ള നോവൽ ഉണ്ടാകുന്നത് അല്ലെ. രണ്ടിടം കഴി എന്ന് പറയുന്നത് ഈ പറയുന്ന കുട്ടനാടിലെ കർഷകരുടെ സംഘർഷത്തെ, അവരുടെ ജീവിത സംഘർഷത്തെയും കാർഷിക ജീവിതത്തെയൊക്കെ ആവിഷ്കരിക്കുന്ന നോവൽ എന്നതിൽ ചെമ്മീൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ മുക്കുവന്മാരുടെ ജീവിതത്തെയും കേന്ദ്രീകരിച്ചിട്ടുള്ള കൃതിയായിട്ട് വരുന്നുണ്ട്. കയർ എന്ന് പറയുമ്പോൾ കുറേ കൂടെ ഒരു 4 തലമുറകളിലൂടെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിന്റെ തന്നെ ഒരു പ്രത്യാഖ്യാനം, ഒരു ആഖ്യാനം എന്ന് പറയാവുന്ന രീതിയിലുള്ള 78-ൽ പുറത്തിറങ്ങിയ കയർ എന്ന് പറയുന്ന നോവൽ അല്ലെ. ഈ പറയുന്ന നോവലുകളെയൊക്കെയും പ്രധാനമാണ്, അത് ഓർമ്മയുണ്ടാവണം. അതോടൊപ്പം തന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ടയാൾ ബഷീറാണ്. ബഷീറോടെ പറഞ്ഞ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് അടുത്ത സെഷനിൽ പോകാൻ തോന്നുന്നു. ബഷീർ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ബഷീറിന്റെ ഒരു നില എന്ന് നമുക്കറിയാം അല്ലെ. ബഷീറിനെ ഈ പറഞ്ഞതുപോലെ ബഷീർ വാഴ്ത്തുകൾ പോലെ തന്നെ ബഷീർ വിമർശനവും ചേർന്നതാണ് മലയാളത്തിലെ ബഷീറിയൻ സമീപനം എന്ന് നമുക്ക് കാണാൻ കഴിയും. ബഷീറിന്റെ നോവലുകളിലെ ചില പ്രധാനപ്പെട്ട സംഗതികൾ ഈ പറയുന്നത് പോലെ ആദ്യകാല നോവലുകൾ തൊട്ട് തന്നെ ഒരു അപരസ്ഥാനമായിട്ട് അടയാളപ്പെടുത്തിയിരുന്ന ഒരു മുസ്ലിം സാമൂഹ്യ ജീവിതം ആദ്യമായി നോവലിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അതിനെ കേന്ദ്രമാക്കിയ നോവലുകളിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ ആദ്യത്തെ ഒരു മുസ്ലിം നോവലിസ്റ്റ് എന്ന അർത്ഥത്തിലാണ് ബഷീർ വരുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ ബഷീർ രൂപപ്പെട്ട സാഹചര്യം, ദേശീയ സ്വാതന്ത്ര്യ സമരവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വലിയ അലച്ചിലുകൾ, യാത്രകൾ, ആത്മീയ അന്വേഷണങ്ങൾ, ഇതെല്ലാം ചേർന്ന് സൃഷ്ടിക്കപ്പെടുന്ന ഒരു ബഷീറുണ്ട്. അതിനകത്തു നിന്നാണ് ഒരു ബഷീറിന്റെ മാനവികവാദം എന്ന് പറയുന്നത്. അത് മനുഷ്യൻ മാത്രമുള്ള ഒരു സംഗതിയല്ല. അങ്ങനെ വിശാലമായ ഒരു അർത്ഥത്തിലേക്ക് ഒരുതരം ആത്മീയതയെയും മാനവികതയെയും അതോടൊപ്പം തന്നെ ഒരു പാരിസ്ഥിതിക അവബോധത്തെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു വളരെ സൂക്ഷ്മമായ ഒരു ജൈവ ലോകം ബഷീറിന്റെ കൃതികൾക്കകത്തുണ്ട് എന്നും അതിനെ ഏറ്റവും ചെറിയ മൈക്രോ യൂണിറ്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് വിശാലമായ ഒരു ക്യാൻവാസിന് പകരം ഏറ്റവും ചെറിയ ഒരു ഉപസംസ്കൃതിയിലേക്ക്, ഒരു സബ് കൾച്ചറിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന അത് നമുക്ക് പിന്നീട് മലയാള നോവലിൽ കാണാൻ കഴിയാവുന്നത് ആധുനികാനന്തര ഘട്ടത്തിലാണ് നമുക്ക് കാണാൻ കഴിയും. ഈ പ്രാന്തങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ആഖ്യാനങ്ങൾ ആലാഹയിലായാലും ഒക്കെ കടന്നു വരുന്ന അത്തരം ഒരു ആഖ്യാനങ്ങളിലേക്ക് ഒരു പൂർവ്വരൂപം എന്ന രീതിയിൽ ഒരു ഉപദേശീയതയെന്നോ അല്ലെങ്കിൽ ഉപസംസ്കൃതി എന്ന് പറയാവുന്ന സംഗതിയെ, അതിന്റെ ഇടത്തെ, അത്തരം സ്ഥലത്തെ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് സ്റ്റേറ്റിന്റെയൊക്കെ ഇടപെടലുകൾ പരമാവധി കുറഞ്ഞ അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന, അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ചില ജൈവ ബന്ധങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ നിലനിൽക്കുന്ന ചില സ്ഥലങ്ങൾ, അത് കുടുംബം എന്ന് പറയുന്ന ഒരു യൂണിറ്റിനെ കേന്ദ്രീകരിച്ചുള്ള പാത്തുമ്മയുടെ ആടായാലും സ്ഥലത്തെ പ്രധാന ദ്വീപിലുള്ള നോവലുകളിലൊക്കെ ഇത് കാണാൻ കഴിയും. അങ്ങനെ അതോടൊപ്പം തന്നെ ഒരു ജൈവ പ്രപഞ്ച സങ്കല്പം എന്ന് പറയുന്നത് താൻ തന്നെ കേന്ദ്ര കഥാപാത്രമായി തനിക്ക് ചുറ്റുമുള്ള കുറെ മനുഷ്യരുടെയും പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെയുള്ള വൃക്ഷങ്ങളൊക്കെ ഇടപെടുന്ന ഒരു ജൈവ ലോകത്തെ അല്ലെങ്കിൽ ഒരു ലൈഫ് ഹോൾഡ് സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി. അതോടൊപ്പം തന്നെ വളരെ പക്ഷെ മലയാള നോവലിൽ തന്നെ ആദ്യമായിട്ട് പിന്നീട് ആധുനികതയുടെ കാലത്തൊക്കെ വളരെ പ്രബലമായിരുന്നു സ്വത്വാന്വേഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മീയം എന്ന് പറയാൻ കഴിയുമെങ്കിൽ കൂടിയും ഒരു എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ആയിട്ടുള്ള ശബ്ദങ്ങളിലൊക്കെ കാണുന്ന പോലെ ഒരു അസ്തിത്വവാദപരമായ അന്വേഷണങ്ങൾ, അതുതരം ഭാവനാലോകങ്ങൾ, അതിന്റെ ചില മായിക കൽപ്പനകൾ എന്ന് പറയുന്നത് പടച്ചവനുമായിട്ടൊക്കെ നേരിട്ടുള്ള സംവാദങ്ങളൊക്കെ ഉണ്ടാവുന്ന ചില സംഗതികൾ, അങ്ങനെയൊക്കെയുള്ള. അതോടൊപ്പം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ കൃതികളെ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള പ്രണയത്തിന്റെ ആവിഷ്കാരം,
ഉള്ള സംഗതികൾ, ബാല്യകാല സഖികളുള്ള ആദ്യകാല കൃതികൾക്കകത്ത് വരുന്നത്. പിന്നെ നോവൽ എന്ന് പറയുന്ന ഘടനയെ അദ്ദേഹം എങ്ങനെയാണ് അട്ടിമറിച്ചത് എന്നുള്ള പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. താൻ അങ്ങനെ ഒരു ഈ പറഞ്ഞ അദ്ദേഹം നോവലിനകത്ത് തന്നെ പറയുന്നത് പോലെ ഈ ആഖ്യാതവും കുന്തും കുടച്ചക്രമൊന്നും അറിയാത്ത, അല്ലെങ്കിൽ നോവൽ എന്ന് പറയുന്ന രൂപത്തെ വളരെ ബോധപൂർവം തന്നെ അദ്ദേഹം അട്ടിമറിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അത് ബഷീറിനെ നമുക്ക് ആ അർത്ഥത്തിലാണ് അടയാളപ്പെടുത്തേണ്ടത്. ഈ ഇതിനകത്തുള്ള ഒരു അവസാന ഈ പറയുന്ന നവോത്ഥാന കാല ഘട്ടത്തിനകത്ത് നമ്മൾ സവിശേഷം പഠിക്കേണ്ട അവസാന നോവലിസ്റ്റ് എസ് കെ പൊറ്റക്കാടാണ്. ഇവിടേക്ക് തുടർച്ചയിൽ ഒരു പക്ഷേ പല പല സാഹചര്യങ്ങൾ കൊണ്ട് ഇവർക്കൊപ്പം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് എസ് കെ പൊറ്റക്കാട് എന്ന് പറയാൻ പറ്റും. നോവൽ എന്ന രീതിയിൽ നോക്കുമ്പോൾ അങ്ങനെ പരിഗണിക്കേണ്ട ഒരാളാണോ എന്നുള്ള തർക്കങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. എന്തായാലും ഈ പറയുന്ന മാനവിക ലോകബോധത്തിനകത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പിന്നീട് ബഷീർ ഉറൂബിലൊക്കെ നമുക്ക് കാണാൻ കഴിയാവുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അത്ഭുതത്തെക്കുറിച്ച്, മനുഷ്യ ജീവിതം, അതിന്റെ മനുഷ്യ കഥാനുഗായി, ഒരു ദേശത്തിനകത്തായാലും തെരുവിനകത്തായാലും മനുഷ്യ ജീവിതങ്ങളെ, അത് നിസ്വരായ ജീവിതങ്ങളെ ആവിഷ്കരിക്കുക. അതിനകത്ത് വളരെ ശ്രദ്ധേയമായ രചന എന്ന് പറയാവുന്നത് അല്ലെ, വിഷകന്യക പോലുള്ള ഈ കുടിയേറ്റ മലയാളിയുടെ ചില സാമൂഹിക സംഘർഷ സ്ഥാനങ്ങൾ, പ്രകൃതിയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ, ഇതൊക്കെ വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന അത്തരം ചില കൃതികൾ ഉണ്ടാവുന്നു. അതോടൊപ്പം ദേശത്തെ എഴുതുക എന്ന് പറയുന്ന നോവൽ തന്നെ ദേശം എഴുത്താണ് എന്ന അർത്ഥത്തിൽ, ആ അർത്ഥത്തിൽ ദേശത്തിന്റെ കഥ ഈ പറയുന്നത് പോലെ ആ നോവലിനോട് പല വിയോജിപ്പുകളുള്ള ആളുകളുണ്ടെങ്കിൽ കൂടിയും അതൊരു ദേശത്തിന്റെ എഴുത്ത് എന്നുള്ള അർത്ഥത്തിനകത്തേക്ക് അത് പ്രധാനമാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള എസ് കെ പൊറ്റക്കാടിന്റെ പ്രധാനപ്പെട്ട നോവലുകൾ കൂടെ നിങ്ങളൊന്ന് പരിചയപ്പെടണം. എനിക്ക് തോന്നുന്ന സമയം ചില ചോദ്യങ്ങളിലേക്ക് നമുക്ക് ഒന്നിട്ട് ചോദ്യങ്ങളിലേക്ക് പോവാം അല്ലെ. ബാക്കി നമുക്ക് വീഡിയോയിൽ വേറെ ആഡ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, ചില ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. 5 മിനിറ്റോടെ അടുത്ത്. നോവൽ പ്രസ്ഥാനത്തിലെ ഒരു പ്രധാന കൃതിയായി കണക്കാക്കപ്പെടുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. ഉത്തരം നമ്മൾ ഇതിനകത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് അല്ലെ. ഏതാണ് അറിയാവോ? പമേലയാണോ? ഓക്കെ, ഡോൺ ക്വിക്സോട്ടാണ്. നോവൽ എന്ന സാഹിത്യ രൂപത്തെ മുതലാളിത്തത്തിന്റെ സൃഷ്ടി എന്ന് വിശേഷിപ്പിച്ച നിരൂപകൻ ആരാണ് എന്നുള്ളതാണ് അല്ലെ. ബക്കിൻ, ജോർജ് ലൂക്കാച്ച്, റാൾഫ് ഫോക്സ്, സി എം ഫോസ്റ്റർ. ബക്കി നോവലിനെ കുറിച്ചൊക്കെ ധാരാളം പഠിച്ചിട്ടുള്ള ആളുകളാണ് എന്നറിയാം അല്ലെ. അതിനകത്ത് നമ്മൾ നോവലുമായി എന്നൊരു സാഹിത്യ രൂപത്തെ കുറിച്ച് ചർച്ചയിൽ നിരന്തരം പറയുന്ന ഒരു പേരാണ് അല്ലെ. ആരാണ്? റാൾഫ് ഫോക്സ് ആണ് ഉത്തരം അല്ലെ. അദ്ദേഹം ഈ ഒരു ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരനായിരുന്നു, ചരിത്രകാരനായിരുന്നു എന്ന് പറയാം. ആധുനിക കാലത്തിന്റെ ഇതിഹാസമാണ്, എപ്പിക് ഓഫ് ദ മോഡേൺ വേൾഡ് എന്നൊക്കെയാണ് അദ്ദേഹം നോവലിനെ പറഞ്ഞത്. നോവൽ ഗദ്യത്തിൽ എഴുതിയ മഹാകാവ്യമാണ് നോവൽ എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു. അദ്ദേഹം നോവലിനെ കുറിച്ചിട്ടുള്ള ദ നോവൽ ആൻഡ് ദ പീപ്പിൾ എന്ന് പറയുന്ന നോവലും ജനതയും എന്ന് പറയുന്ന പുസ്തകമാണ് നോവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ മലയാളത്തിലെ നോവൽ സാഹിത്യ പഠനങ്ങൾക്കകത്തേക്ക് ഏറ്റവും കൂടുതൽ വിപുലമായി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഫോക്സിന്റെ ചില ആശയങ്ങളാണ് നമുക്കറിയാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഘാതകവധം മലയാളത്തിലെ ആദ്യത്തെ നോവലായി കണക്കാക്കപ്പെടാത്തത് എന്നുള്ളതാണ് ചോദ്യം. നോവലിന്റെ സവിശേഷത കുറവായാലും പൂർണ്ണമല്ലാത്തതിനും എഴുതി വിദേശിയായാലും വിവർത്തനമായതിനാൽ അതിലെ പശ്ചാത്തലം കേരളീയമല്ലാത്തതിനാൽ. സി ആണ് ഉത്തരം നിങ്ങൾക്കറിയാം അല്ലെ. അത് ഈ പറയുന്നത് പോലെ കോളിൻസ് മദാമ ഇംഗ്ലീഷിൽ രചിച്ച നോവല് പിന്നീട് ഈ പറഞ്ഞ പോലെ റിച്ചാർഡ് കോളിൻസ് ഘാതകം എന്ന പേരിൽ മാറ്റുകയാണ് ചെയ്തതെന്നൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, വക്കീലന്മാരുടെ കുളമ്പ് എന്ന അധ്യായം ഏത് നോവലിലാണ്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണത് അല്ലെ. ഏതാണ്? അറിയില്ലേ ഉത്തരം? ശാരദയാണോ? അതെ, ശാരദയാണ്. മലയാളത്തിൽ രണ്ടുപേർ ചേർന്ന് എഴുതിയ ആദ്യത്തെ നോവലായിരിക്കാൻ സാധ്യതയുള്ള കൃതിയായി പരിഗണിക്കുന്നത്. രണ്ടുപേർ ചേർന്ന് നോവലുകൾ എഴുതുക എന്ന് പറയുന്നത് അല്ലെ, അത് പരീക്ഷയ്ക്ക് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. MTയും അതുപോലെ NP മുഹമ്മദും ചേർന്ന് എഴുതിയ നോവൽ, അല്ലെങ്കിൽ KL മോഹനവർമ്മയും മാധവിക്കുട്ടിയും ചേർന്ന് എഴുതിയ നോവൽ, അങ്ങനെയൊക്കെയുള്ള രണ്ടുപേർ ചേർന്ന് എഴുതുന്ന നോവൽ പിന്നീട് ഇപ്പൊ നമ്മുടെ പുതിയ ചില എഴുത്തുകാരുമായുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തേണ്ടത് അല്ലെ. അറിയാം. ഇതിനകത്ത് ഏതാണ് നോവൽ എന്നറിയാവോ? കൊച്ചുറാണി എന്ന് പറയുന്ന ഒരു ആദ്യകാല നോവലാണ്. രണ്ടുപേർ ചേർന്ന് എഴുതിയതാണെന്ന് പറഞ്ഞു. TS രാമയ്യറും KS കൃഷ്ണവാര്യർ രണ്ടുപേർ ചേർന്ന് എഴുതിയതാണെന്ന് പറയുന്ന ഈ നോവൽ പക്ഷെ നമ്മുടെ സാഹിത്യ ചരിത്രങ്ങളിലൊന്നും കാര്യമായിട്ട് അത് പരാമർശിക്കപ്പെട്ടിട്ടില്ല. രാമരാജ ബഹദൂറിന് അവതാരിക എഴുതിയതാരാണ് എന്നുള്ളത് ചോദ്യം.
സി. അതെ, കൈനിക്കര കുമാരപിള്ളയാണ് രാമരാജ ബഹദൂറിന് അവതാരിക്കുന്നത്. ഇന്ദുലേഖയിലെ ചിന്നൻ എന്ന കഥാപാത്രം കുമാരനാശാൻ മുതൽ സ്വദേശാഭിമാനി വരെയുള്ള പുതിയ തലമുറയുടെ പ്രതിനിധിയാണ് എന്ന് നിരീക്ഷിച്ചത് ആരാണ് എന്ന്. അതിൽ ചിന്നനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള നിരീക്ഷണങ്ങൾ കുറവാണ്. എപ്പോഴും മാധവനെയും മറ്റൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, സൂര്യ നമ്പൂതിരിപ്പാടിനെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട്. പോനിക്കര റാഫി. ാണ് ശരിയായ ഉത്തരം. ആർച്ച് ഡീക്കൻ കോശി 1882 പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ് എന്നുള്ളതാണ്. അദ്ദേഹം പല കൃതികളും പ്രസിദ്ധീകരിച്ചത് കൊണ്ട് തന്നെ ഉത്തരം നിങ്ങൾക്ക് അറിയാം അല്ലെ? കുഞ്ചുവാണ്. മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവൽ ഏതാണ് എന്നുള്ളതാണ്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ധാരാളം അപസർപ്പക നോവലുണ്ട്. അതിനകത്ത് ആദ്യ അപസർപ്പക നോവൽ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരവാണ് അല്ലെ? ഏതാണ്? ഭാസ്കരമേനോനാണ്. 1924 അല്ലെ എഴുതപ്പെട്ടുള്ള ഭാസ്കരമേനോനാണ് ഈ പറയുന്ന ആദ്യത്തെ അപസർപ്പക നോവൽ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഈ മാധവക്കുറുപ്പ്, കാലന്റെ കൊലയറ അല്ലെ, OM ചെറിയാന്റെയാണ് ഈ കാലന്റെ കൊലയറ എന്ന് പറയുന്ന 1928 അതുപോലെ നോവൽ ഉണ്ടാവുന്നത്. ഈ പറയുന്ന കേശവക്കുറുപ്പിന്റെ ഒരു നോവലാണ് ഈ മാധവക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ 1922 ഒരു നോവലാണ്. അതുപോലെ തന്നെ വീരബാലൻ എന്ന് പറയുന്ന ഒരു നോവലാണ് ഉണ്ട്. അതുപോലെ അജ്ഞാത സഹായി എന്ന് പറയുന്നത് ചേലനാട്ടച്യുതമേനോന്റെ 1936 അങ്ങനെ ആ സമയത്ത് ഒരു പോപ്പുലർ റീഡിങ്ങിന്റെ ഭാഗമായിട്ട് വായനയുടെ ജനകീയ, നമ്മൾ ഈ പോപ്പുലർ ഫിക്ഷന്റെ അല്ലെങ്കിൽ ജനപ്രിയ നോവലിന്റെ മുട്ടത്തുവർക്കിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു ആദ്യ രൂപങ്ങളായിട്ട് നമുക്ക് ഈ അപസർപ്പക നോവലുകളുടെ അത് കഥയിലും ധാരാളമായിട്ട് ആ സമയത്ത് ഉണ്ടാവുന്നുണ്ട് നമുക്കറിയാം. അതുകൊണ്ട് ആ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സാഹിത്യരംഗത്തെ വരേണ്യതയെ ചോദ്യം ചെയ്യുന്ന കൃതി ഏതാണ് എന്നുള്ളതാണ്. സാഹിത്യം നമ്മുടെ നോവലുകൾക്കകത്ത് ആദ്യകാലം തൊട്ട് തന്നെ, ഇപ്പൊ ശാരദയിൽ തന്നെ ഈ സാഹിത്യം, പറങ്ങോടി വിരണയത്തിലൊക്കെ ഈ സാഹിത്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നമുക്കറിയാം. സാഹിത്യ വ്യവഹാരം നോവലിനെ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഇത് സാഹിത്യ രംഗത്തെ വരേണ്യതയെ ചോദ്യം ചെയ്യുന്ന കൃതി ഏതാണ് എന്നാണ് ചോദ്യം. ആർക്കെങ്കിലും അറിയാവോ? 4 പേരിലൊരുത്തൻ. 4 പേരിലൊരുത്തൻ എന്ന് പറയുന്ന സി അന്തപ്പായി നമ്മൾ ഇതിനകത്ത് എന്താ പറയാ ഈ കാലഘട്ടത്തിൽ തന്നെ എഴുതുകയും അല്ലെ, നമ്മൾ അത്ര ഫോക്കസ് ചെയ്ത് ഏറ്റ ഒരാളാണ് സി അന്തപ്പായി അല്ലെ. അദ്ദേഹം എഴുതിയ ഈ പറയുന്ന നിങ്ങൾക്ക് ശാരദാപൂരണം പോലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും അല്ലെ. 4 പേരിലൊരുത്തൻ അഥവാ നാടകാദ്യം കവിത്വം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നോവലാണത് അല്ലെ. അത് 1893 അത് പ്രസിദ്ധീകരിക്കുന്നത്. ആദ്യകാലത്തെ പല നോവലുകളുടെയും പേരുകൾ തന്നെയാണ് അതിനകത്ത് ഓപ്ഷൻസിനകത്ത് കിടക്കുന്നത്. ഓക്കെ. ഇന്ദുലേഖയ്ക്ക് കുട്ടിക്കാലം ഉണ്ടായിരുന്നില്ല, അവൾക്ക് വാർദ്ധക്യവുമില്ല, അവൾക്ക് എന്നും താരുണ്യമാണ് എന്ന് പറഞ്ഞതാരാണ് എന്നാണ്? സഞ്ജയനാണ്. അത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഇന്ദുലേഖയിലെ 18-ാം അധ്യായം, അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറയണ്ടായി. കഥാപ്രവാഹത്തെ പ്രതിരോധിക്കുന്ന ശിലാഖണ്ഡമാണ് എന്ന് വിശേഷിപ്പിച്ചതാരാണ് എന്നാണ് ചോദ്യം. MP പോൾ അല്ലെ. MP പോളാണ് അതിന്റെ ഉത്തരം. ഒരു സംഭാഷണം അല്ലെങ്കിൽ 18-ാം അധ്യായം ഏത് നോവലിലെ അധ്യായമാണ് എന്നാണ്? ഇന്ദുലേഖ, ശാരദ, പറങ്ങോടി വിരണയം, മീനാക്ഷി. പെട്ടെന്ന് നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുള്ള ഭരണയത്തില് ഇന്ദുലേഖയെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു അധ്യായമാണ് അത്. മലയാള നോവലുകളെയൊക്കെ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള മീനാക്ഷി, ഇന്ദുമതി സേമരി നോവലുകളൊക്കെ കളിയാക്കിയിട്ടുള്ള ഒരു നോവലാണെന്ന് അറിയാം അല്ലെ. അപ്പൊ അതിനകത്ത് ഒരു അധ്യായം, ഈ അദ്ദേഹത്തിന്റെ പേര് തന്നെ ഒരു സംഭാഷണം അല്ലെങ്കിൽ 18-ാം അധ്യായം എന്ന് അതാണ്. രാമരാജ ബഹദൂറിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യമാണ്, മാറിയതാണെന്ന്. ധർമ്മരാജ ഒരു നായർ മഹാകാവ്യമാണെന്ന് പറഞ്ഞത് ആരാണ്? നമുക്ക് നേരത്തെ നമ്മളത് ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ആരാണ്? MP പോളാണ്. ഓക്കെ. കേരളവർമ്മ വലിയ തമ്പുരാൻ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത അക്ബറിന്റെ അക്ബർ ഈ പറയുന്ന ഒരു ചരിത്ര നോവലിനകത്തൊക്കെ വേണമെങ്കിൽ നമ്മൾ പെടുത്തുന്ന ഒരു നോവലാണ് അല്ലെ. അക്ബർ എന്ന് പറയുന്ന നോവൽ അല്ലെ. അക്ബർ എന്ന് പറയുന്ന ആ നോവൽ ഏത് ഭാഷയിലാണ് എന്നാണ് ചോദ്യം. ഡച്ച് ഭാഷയിലാണ് അല്ലെ. ഡച്ച് ഭാഷയിൽ എഴുതിയിട്ട് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഈ പറയുന്ന വിശാഖം തിരുനാൾ മഹാരാജാവ് അത് ഇംഗ്ലീഷ് പരിഭാഷ വായിച്ചിട്ട് അത് തർജ്ജമ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തോട് അഭ്യർത്ഥിച്ച് അങ്ങനെ തർജ്ജമ ചെയ്യപ്പെട്ടതാണ് എന്നൊക്കെ ഇങ്ങനെ ഒരു കഥ അറിയാം. അത് ഓർമ്മയുണ്ടാവണം. പെട്ടെന്ന് ഇംഗ്ലീഷ് ഒന്ന് ഉത്തരം എഴുതി പോകരുത്. ചോദ്യം ഏത് ഭാഷയിൽ നിന്നാണ് എന്നല്ല, ഏത് ഭാഷയിലാണ് ആദ്യം ഉണ്ടായത്. രാഷ്ട്രീയ നോവലുകളുടെ ഉദ്ഘാടകൻ ആരാണ് എന്നതാണ്.
കെ നാരായണ കുരുക്കൾ. കെ നാരായണ കുരുക്കൾ ആണ് അതിന്റെ ഉത്തരം അല്ലെ. അദ്ദേഹത്തിന്റെ 2 നോവലുകളാണ് അതിനകത്ത്. ആളുകളുടെ പേരുകളാണ് പെട്ടെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും അല്ലെ. പാറപ്പുറം നമുക്ക് പിന്നീട് വരുന്നുമുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ 2 നോവലുകൾ അവിടെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലെ. കെ നാരായണ കുരുക്കൾ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഈ ആദ്യകാല നോവലിസ്റ്റുകളാണ് അല്ലെ. പോർച്ചുഗീസുകാരുമായുള്ള ഏറ്റുമുട്ടൽ പ്രമേയമാക്കിയ നോവൽ പറങ്കി പടയാളി ആരാണ് എഴുതിയത് എന്ന്? കെ എം പണിക്കർ. അതെ, കെ എം പണിക്കരാണ്. അദ്ദേഹത്തിന്റെ കുറെ ചരിത്ര നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. ചരിത്ര നോവലുകൾ മാത്രമല്ല, സാമൂഹ്യ നോവലുകളും ധാരാളം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദർശിനി പോലെയൊക്കെയുള്ള നോവലുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ചരിത്ര നോവലുകൾ എഴുതിയിട്ടുണ്ടെന്ന് അറിയാം. അപ്പൻ തമ്പുരാൻ ഭാസ്കരമേനോൻ എന്ന നോവലിന്റെ ആദ്യ ഭാഗങ്ങൾ രസികരഞ്ജനിയിൽ പ്രസിദ്ധപ്പെടുത്തിയത് ഏത് പേരിലാണ് എന്നുള്ളതാണ്. ഒരു ദുർമരണം. ഒരു ദുർമരണം എന്ന പേരിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. പിന്നീട് പുസ്തക രൂപത്തിലാണ് ഭാസ്കരമേനോൻ എന്നാക്കി മാറ്റുന്നത് എന്നാണ്. ഓക്കെ. കാരാട്ടച്ചു മേനോന്റെ ബിരുദൻ ശംഖു ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ് അല്ലെ. എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവാണ് അല്ലെ. ഏതാണ്? പിക്കാറസ് നോവൽ എന്ന് പറയുന്ന ഇതിലാണ്. കെ എം തരകനാണ് അങ്ങനെ അതിനെ വിളിക്കുന്നത് എന്ന് അല്ലെ. ഒരു തെമ്മാടിയായിട്ടുള്ള ഒരു വലിയ സദാചാര ബോധമൊന്നുമില്ലാത്ത ഒരാൾ നടത്തുന്ന പല വീര വിക്രിയകളുടെയും കഥകൾ പറയുക എന്ന് പറയുന്ന ഒരു ലൈറ്റ് വെയിറ്റ് മൈനർ ഫോം ഓഫ് ലിറ്ററേച്ചർ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ. ഷേക്സ്പിയറുടെ സിംബലിൻ എന്ന നാടകത്തെ ഉപജീവിച്ച് എഴുതിയ നോവൽ ഏതാണ് എന്നതാണ്. ആൾമാറാട്ടം. പെട്ടെന്ന് നമുക്കത് തെറ്റാനുള്ള സാധ്യത. കുന്തലതയാണ് ഉത്തരം. കാരണം നമുക്ക് മറ്റൊരു ഇതാണെന്ന് അറിയാം, കോമഡി ഓഫ് എറേഴ്സിന്റെയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് പറ്റുന്നൊരു അബദ്ധമാണ് കുന്തലത. അങ്ങനെ ഈ സിംബലിൻ എന്ന് പറയുന്നത് അതേക്കുറിച്ച് നമ്മുടെ മിക്കവാറും നമ്മുടെ നോവൽ സാഹിത്യ പഠിതാക്കളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ പാക് വിഭജനത്തിലുണ്ടായ വർഗീയ ലഹളയെ പ്രമേയമാക്കി കേശവദേവ് രചിച്ച നോവൽ ഏതാണെന്നാണ്. നമ്മൾ നേരത്തെ അത് പറയണ്ടായി അല്ലെ. ഏതാണത്? ഭ്രാന്താലയമാണ് അതിന്റെ ശരിയായ ഉത്തരം അല്ലെ. ഭ്രാന്താലയമാണ് ശരിയായ ഉത്തരം. പ്രതിപാത്രം ഭാഷണവേദ ഏത് നോവലിസ്റ്റിന്റെ കൃതികളെയും മുൻനിർത്തിയുള്ള പഠനമാണ്. പരീക്ഷയ്ക്ക് സ്ഥിരം വെച്ച പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, നമുക്ക് എല്ലാവർക്കും ഉത്തരം എഴുതാൻ കഴിയാവുന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ ആണത് അല്ലെ. ആരെയാണ് അത്, ആരാണ് എഴുതിയെന്നുള്ള ചോദ്യം വരാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ അങ്ങനെ എഴുതിയ പുസ്തകം ഏതാണെന്ന് വരാറുണ്ട് അല്ലെ. അത് ആരെ കുറിച്ചാണെന്നും വരാറുണ്ട് അല്ലെ. എഴുതിയത് അല്ലെ ആരാണ്? സി വി രാമൻപിള്ളയെ കുറിച്ച്. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന കഥാപാത്ര ആവിഷ്കാരത്തിനകത്തുള്ള വ്യത്യാസങ്ങളെ സംബന്ധിച്ച്, സ്വപ്നഭാഷണങ്ങളെയൊക്കെ സംബന്ധിച്ച് അല്ലെ കൃഷ്ണപിള്ളയുടെ വളരെ പ്രസിദ്ധമായ പുസ്തകമാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഓക്കെ. ബോധധാര ശൈലി എഴുതപ്പെട്ട ആദ്യത്തെ നോവൽ ഏതാണെന്നുള്ളതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാവുന്ന ഉത്തരം തന്നെയാണ് അല്ലെ. ഏതാണത്? അരനാഴിക നേരം എന്ന് പറയുന്ന ആണ്. 2 ചോദ്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് പറയുന്നത്. അധ്യാപക പ്രസ്ഥാനത്തിന്റെ ഉദയവികാസങ്ങൾ പ്രതിപാദിക്കുന്നതിനോ ഇത് നിരന്തരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാവുന്ന ഉത്തരം തന്നെയാണ് അല്ലെ. അധ്യാപക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചെറുകഥയ്ക്കകത്ത് ആരാണ് പ്രവർത്തിച്ചതെന്നും നോവലിനകത്ത് ആരാണ് പ്രവർത്തിച്ചതെന്നും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. അധ്യാപക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നോവൽ എഴുതിയതാരാണ്? മുത്തശ്ശിയാണ് അല്ലെ. ചെറുകാടിന്റെ മുത്തശ്ശിയാണ് അതിനകത്തുള്ള ശരിയായ ഉത്തരം. ചെറുകാടിന് തന്നെയാണ് ദേവലോകം എന്ന് പറയുന്ന നോവൽ എന്ന് നമുക്കറിയാം അല്ലെ. ക്ലാസിക് ഫയർ എന്ന് പറയുന്ന കഥാപാത്രം ഏത് നോവലിലേതാണ് എന്നുള്ളതാണ്. അതെ, ഒരു വലിയ ഒരു ഇതിഹാസമാനത്തിലേക്ക് എത്തുന്ന കഥാപാത്രമായിട്ടാണ്, ഒരു നീണ്ട കഥാപാത്രമായിട്ടാണ് ഇത് വരുന്നത് അല്ലെ. ചില സംഭവങ്ങളെയും പാത്രങ്ങളെയും കൂട്ടിയിണക്കി പാശ്ചാത്യ സമ്പ്രദായത്തിൽ ഒരു കഥ എഴുതണമെന്നുള്ള ചോദിക്കുകയും മറ്റു ഉദ്ദേശങ്ങളൊന്നും ഗ്രന്ഥകാരൻ ഉണ്ടാവുന്നതായി തോന്നുന്നില്ല. ഏത് നോവലിനെ കുറിച്ച് ആരുടെ വാക്കുകൾ എന്നാണ് ചോദ്യം. ആരാണ് എന്ന്? കുന്തലതയെ കുറിച്ച് എം പി പോൾ പറഞ്ഞതാണ് അല്ലെ. മലയാള നോവൽ സാഹിത്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണെന്ന് ഞാൻ നേരത്തെ പറയണ്ടായി അല്ലെ. അപ്പൊ അത് പക്ഷെ എന്താണ് ഈ നോവൽ എന്ന് പറയുന്ന രൂപഘടനയെ കുറിച്ചൊക്കെ ഉറപ്പിക്കുന്നതിന് വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥത്തിനകത്ത് എന്തുകൊണ്ട് ആണ് ഈ കുന്തലത ഒരു ലക്ഷണമൊത്ത നോവലല്ല എന്ന് പറയുന്ന ഒരു സംഗതിക്ക് അതിന്റെ ഘടനാപരമായ ചില പ്രശ്നങ്ങളെയും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യയിലേക്ക് കുട്ടിക്കാലം ഉണ്ടായിരുന്നില്ല, അത് നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യമാണ് അല്ലെ. മംഗളോദയത്തിൽ ഏതാനും പുറങ്ങു മാത്രമായി ഒരു കഥയായി ആദ്യം പ്രസിദ്ധം ചെയ്ത നോവൽ ഏതാണ് എന്നുള്ളതാണ്. ഒരു കഥയായി പ്രസിദ്ധീകരിക്കും, പിന്നീട് ഒരു നോവലായി വിപുലീകരിക്കുകയും ചെയ്തിട്ടുള്ള നോവൽ ഏതാണ് എന്നുള്ളതാണ്. ഭൂതരായറാണ് കറക്റ്റായ ആൻസർ. ആരുടെ ലേഖനത്തിലാണ് നോവൽ രചനയ്ക്കുള്ള സരസമായ ഉപദേശമായി ആദ്യം ശീർഷകങ്ങൾ ഉണ്ടാക്കുക പിന്നെ വികസിപ്പിക്കുക എന്ന നിർദ്ദേശം വെച്ചത് എന്നാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ്
ഓപ്ഷൻ മാറ്റിയിട്ടുണ്ടോ സംശയമുണ്ട് എനിക്ക്. വേങ്ങയിൽ തന്നെയാണ് അതിന്റെ ശരിയായ ഉത്തരം. ഇന്ദുലേഖയുടെ ഇംഗ്ലീഷിലുള്ള ചിരി ഒരു യുഗപ്പിറവിയുടെ ചിരിയിൽ ഒരു യുഗപ്പിറവിയുടെ പ്രഭാവകാന്തിയാണുള്ളത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് എന്ന്? തായാട്ട് ശങ്കരൻ. ഓക്കെ, നമുക്ക് സമയം വൈകിയതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതിന്റെ ബാക്കി ചോദ്യങ്ങൾ അതിനകത്ത് ഷെയർ ചെയ്യാം. ഇതിന്റെ അടുത്ത ഖണ്ഡം നമുക്ക് ഈ പറയുന്ന നവോത്ഥാനാനന്തര കാൽപ്പനികതയുടെയും അതുപോലെ തന്നെ ആധുനികതയുടെയൊക്കെ ഒരു പരിസരത്തുള്ള നോവലുകളെ ഒന്ന് പരിചയപ്പെടും. ഓക്കെ.